lives. ആ ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാന്ന് ഓർമ്മയുള്ളതെന്ന് പറയാൻ പറ്റുമോ? Do you remember those three things? ഡോക്ട്രിൻ, ദൈവത്തിന്റെ ശക്തി, ശക്തിയും കൺകെയർ. അനുഗ്രഹവും അതായത് നാവിന്റെ കറക്റ്റായിരിക്കണം. വായുടെ ഫലത്താൽ നന്മ വരും. വായുടെ ഫലത്താൽ ദൈവത്തിന്റെ ശക്തി, നാവിന്റെ അനുഗ്രഹത്താൽ നന്മ വരും. മനുഷ്യൻ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആമേൻ. ഇന്നലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഡോക്ട്രിൻ അഥവാ ഉപദേശം കറക്റ്റ് ആയിരിക്കണം. കാര്യം ഉപദേശത്തെ തിരസ്കരിക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് വചനം പറയുന്നു. രണ്ട്, വായുടെ ഫലത്താൽ നന്മ വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം യഹോവയുടെ അനുഗ്രഹത്താലും യഹോവയുടെ ശക്തിയാലും സമ്പത്തുണ്ടാകുന്നു. പുഷ്പാഷ്ട ഇടയ്ക്ക് നോക്കിക്കോണേ, മൈക്ക് മ്യൂട്ടായി പോകുന്നുണ്ടെന്നേ. നമുക്ക് ദൈവസന്നിധിയിൽ Blessings of the Lord is making you rich, and God gives us the ability to produce wealth, and you enjoy the wealth by the fruit of your words. ഞാൻ പലപ്പോഴും പറയുന്നത് നമുക്ക് ലഭിക്കുന്ന അധ്വാനങ്ങൾ നമ്മളെപ്പോഴും വിളിച്ചു പറയുന്ന സങ്കീർത്തനത്തിലെ വാക്കാണ്, എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ. I am fortunate, I am blessed because I eat my labor. നമുക്കറിയാം പല ആൾക്കാരും രോഗം വരുമ്പോഴേക്കും ട്രീറ്റ്മെന്റിനായിട്ട് വീട് വരെ വിറ്റ് ചികിത്സിക്കുന്നവരെ എനിക്കറിയാം. There are people who get sick and they have to sell everything that they have to get treated. അപ്പൊ നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരിക്കലും കർത്താവിന്റെ ഹിതമല്ല. It's not God's will to lose your blessings. ഇന്ന് നമുക്ക് രണ്ട് കാര്യമാണ് എങ്ങനെ നന്മകളെ വിളിച്ചു വരുത്താം. രണ്ട്, നന്മ ലഭിക്കുമ്പം അത് നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരാകുന്നു. How do we retain our blessing? Secondly, how do you call forth your blessings? നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം നമുക്കൊരു നന്മ തരുമ്പോൾ ആ നന്മകളെ നിങ്ങൾ സൂക്ഷിക്കുന്നവരാകണം. When God gives you a blessing, you should be the good stewards of it. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു, നമ്മുടെ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് When my children had their birthday, അപ്പൊ അവർക്ക് ഒത്തിരി ഗിഫ്റ്റുകൾ, വലിയ അല്ല ചെറിയ ഗിഫ്റ്റുകൾ അവർക്ക് ലഭിക്കാനിടയായി തീർന്നു. they got a lot of gifts. അപ്പം ആ ഗിഫ്റ്റ് വല്ലതും വില കൂടിയത് കൊണ്ട് വില കുറഞ്ഞ ഗിഫ്റ്റുകളും ഉണ്ട്. എല്ലാ ഗിഫ്റ്റും വിലയുള്ളെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് അതിന്റെ പ്രൈസിന്റെ വേരിയേഷൻ ആണ് ഞാൻ പറയുന്നത്. Many of them had different prices of them. എന്നാൽ അവർക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നന്മകൾ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തു കഴിയുമ്പോൾ അവർ ചിലപ്പം എടുത്ത് താഴേക്ക് എറിയും, ചിലപ്പോൾ അത് നശിപ്പിച്ച് കളയും, ചിലപ്പോൾ അത് ഉപയോഗിക്കും. കാര്യം അവർക്കത് സൂക്ഷിച്ചു വെക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. The kids doesn't know how to value them, how to keep them properly. They might destroy it. അതിന്റെ കാരണം മെച്യൂരിറ്റി ആണ് പ്രശ്നം. Why? Because they are not mature enough. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, വിശ്വാസത്തിൽ നമുക്ക് മെച്യൂരിറ്റി ഇല്ല എങ്കിൽ നമ്മുടെ നന്മകൾ അപഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. If you are not mature in faith life, your blessings might get lost. നോക്കി, ഇന്നലെ നമ്മൾ കേട്ടു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. By the blessings of the Lord you get rich. നമ്മൾ ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് കേട്ടു സമ്പത്തുണ്ടാക്കുവാൻ ദൈവം ശക്തി തരുന്നു. God gives the ability to produce wealth as in Deuteronomy. രണ്ടാമത് നമ്മൾ കേട്ടു സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും നട്ടു നനയ്ക്കാത്ത തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും തന്ന് ദൈവം എനിക്ക് തിന്ന് ഞാൻ തൃപ്തിയാകുമെന്ന് വചനം പറയുന്നു. Again the Bible said God gives you houses filled with all good things and the plantations that you never planted. പിന്നെ നമ്മൾ കേട്ട് അബ്രഹാമിന്റെ തമ്പുരാൻ പറഞ്ഞു പൊന്ന് വെള്ളി കന്നുകാലി എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. Then we learned that Abraham was so rich in cattle, gold and silver. ആവർത്തന പുസ്തകത്തിൽ ദൈവം നമ്മളോട് പറയുന്നത് ഈ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കുമെന്ന് സങ്കീർത്തനത്തിലും പറയുന്നുണ്ട്. Deuteronomy and Psalm say you will never borrow, you will give abundantly. എന്നാൽ നമ്മുടെ ഇടയിൽ പലപ്പോഴും വന്നിരിക്കുന്ന ഉപദേശം സാമ്പത്തികം പ്രസംഗിക്കുന്നവരും അനുഗ്രഹത്തെ പ്രസംഗിക്കുന്നവരും എല്ലാം ദുരുപദേശകരാന്നുള്ള ഒരു കാഴ്ചപ്പാടും പഠിപ്പീരുമുണ്ട്. There is an outlook that whosoever speak about blessings, financial blessings, are a wrong teaching. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആൾക്കാരുടെ ഇടയിൽ? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ഞാൻ നിങ്ങളോട് പറയുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ പലപ്പോഴും പറയും, കണ്ടോ നിത്യതയുടെ സുവിശേഷം പറയേണ്ട സ്ഥാനത്ത് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ ആൾക്കാരെ എന്ത് ചെയ്യുവാണ്, നിത്യതയെന്ന് വഴി മാറ്റി വിടുക എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്.
Some people say, I misguide people when I say that you will be blessed in Jesus. And they say instead of eternal life, you are preaching about blessings. പ്രിയരെ, നമ്മൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ബൈബിൾ പറയുന്നു നിങ്ങൾ നിത്യജീവൻ സ്വന്തം വാക്യം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. യോഹന്നാൻ ചാപ്റ്റർ 3 വേഴ്സ് 16 ആണ്. സ്വന്തം പുത്രനെ ആദരിക്കാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്ന് അവനോട് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതായത് യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നിത്യജീവനുണ്ട്. God so loved the world that he gave his only begotten son because he loved the world. And when we are in Jesus, we have eternal life. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവനെ അവകാശമാക്കി നിത്യതയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എടുക്കപ്പെടുന്ന സമയം വരെ ജീവിക്കുവാൻ നമ്മളെ പഠിപ്പിക്കണം. Until when we are joined with Jesus after death, we should be learning to live the life in earth. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിക്കാൻ ഒത്തിരി ദൈവദാസന്മാരും ഒത്തിരി സഹോദരന്മാരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. Many men of God have backslidden, I have seen. അപ്പൊ ഇത് നിത്യത പ്രസംഗിക്കാത്തതുകൊണ്ടല്ല, പലപ്പോഴും ജീവിതത്തിൽ എങ്ങനെ വിജയകരമായി മുന്നോട്ട് പോകണമെന്നുള്ള പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാനങ്ങളെ പഠിപ്പിക്കുന്നില്ല. It's not because they didn't know or they didn't preach about the eternal life, but they didn't have the outlook from the Holy Spirit how to live the lives. ഇന്ന് നമ്മുടെ വിഷയം ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ്ട് ഞാൻ പറയുവാണ്. ആൾക്കാരുടെ അകത്ത് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ വരരുത്. ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. We have to enjoy the benefits of the kingdom of God. നമുക്ക് നിത്യജീവൻ വേണം, ദൈവനീതി വേണം, രോഗസൗഖ്യം വേണം, സാമ്പത്തിക അനുഗ്രഹം വേണം, സമാധാനം വേണം, സന്തോഷം വേണം. ഈ ഭൂമിയിൽ നിങ്ങൾ വാഴണമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. The Bible says we should be reigning in the world. We should have joy, righteousness, peace, everything. നിങ്ങൾ നോക്കിയപ്പോ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, യഹോവയുടെ അനുഗ്രഹത്താൽ നമുക്ക് സമ്പത്തുണ്ടാകുന്നു. By the blessings of the Lord we get wealthy. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്. 8:12 പറയുന്നു, വിത്തായ വചനത്തെ പറ്റി ഉപമ പറയുന്നുവെങ്കിലും ഒരു വാക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. വഴിയരികിൽ വിതയ്ക്കപ്പെട്ടവരോ വചനം കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്നും തിരുവചനത്തെ എടുത്തുകൊണ്ട് പോകുന്നു. Luke 8:12 says the devil take away the word out of the hearts of people that they should believe and be saved. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് നന്മ കിട്ടുമ്പോൾ, ഞാൻ ആ വിഷയമല്ല ഇന്ന് വരുന്നത്, നന്മ കിട്ടുമ്പം ശ്രദ്ധിച്ചോണം, ആ നന്മയെ നിലനിർത്തുവാൻ എനിക്ക് ഒത്തിരി പേരെ അറിയാം. പ്രാർത്ഥിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ദൈവാത്മാവിന്റെ ആലോചന കേട്ട് പോയ ആളുകൾ തിരിച്ചു വന്നവരെ എനിക്കറിയാം. I know many people who were abroad and came back. എനിക്ക് അതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ പേര് വെളിപ്പെടുത്തി, അവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി, ചിലരുടെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കി. ദൈവം അങ്ങനെ അയച്ചവരെ എനിക്കറിയാം. I know people who were sent by the Holy Spirit, revealing their names, healing their sicknesses. എന്നാൽ അവർക്ക് നിലനിൽക്കുവാൻ, നന്മ കിട്ടുമ്പം ഒന്നെങ്കിൽ അത് നിലനിർത്തുവാൻ കഴിയുന്നില്ല. But they couldn't sustain their blessings. നിങ്ങൾ നോക്കുക, ഇവിടെ വചനം പറഞ്ഞ് പിശാച് വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തോണ്ട് പോകുന്നു. But here we see that devil takes away the word that was sown in the heart. എനിക്കറിയാം, നിങ്ങൾ വചനം പറഞ്ഞ് അനുഗ്രഹം നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, when we start speaking the word and the blessings start happening, നിങ്ങൾ ശ്രദ്ധിച്ചോണം, നന്മ നഷ്ടപ്പെട്ടെടുത്തു പോകുവാൻ സാധ്യതകളുണ്ട്. be careful that there is possibilities that the devil can take away the blessings. ദൈവം ഒരിക്കലും ലോത്തിനെ വിളിച്ചിട്ടില്ല അബ്രഹാമിന്റെ കൂടെ. God never called Lot with Abraham. ദൈവത്തിന്റെ പർപ്പസിൽ ലോത്തില്ല. In God's purpose, Lot was not there. അബ്രഹാമാണ് ലോത്തിന്റെ കമ്പനി കൂടിയിരിക്കുന്നത്. But it was Abraham who took Lot with him. അവിടെ നമുക്ക് വായിക്കാൻ പറ്റും, സമ്പത്ത് വർദ്ധിച്ചു കുറച്ചപ്പോഴേക്കും അബ്രഹാമിന്റെ വേലക്കാരും ലോത്തിന്റെ വേലക്കാരും തമ്മിൽ എന്ത് ചെയ്തു? അവർ വഴക്കുണ്ടായെന്നൊരു വചനമുണ്ട്. We read in the Bible Genesis that the people of Lot and people of Abraham were fighting each other. നോക്കി, അപ്പൊ ഇവർ തമ്മിലൊരു കലഹമുണ്ടായി. They had fights.
ഉൽപ്പത്തി പുസ്തകം 13 വായിച്ചില്ലും കുഴപ്പമില്ല. ഉൽപ്പത്തി 13:7 പറയുന്നു, അബ്രഹാമിന്റെ കന്നുകാലികളും ഇടയന്മാരും ലോത്തിന്റെ കന്നുകാലികളും ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. When Canaanites and Perizzites were living there, അതിന് the ചരിത്ര herdsmen of അത് പറഞ്ഞാൽ herdsmen of Abraham and Lot were fighting. നോക്കിക്കേ, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടാകരുത്, നാം സഹോദരങ്ങളല്ലോ, ഈ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. അപ്പൊ അബ്രഹാമിന് അവസാനമാണ് മനസ്സിലായത് ഈ ലോത്തുമായിട്ടുള്ള കമ്പനി ഈവിൾ കമ്പനിയാണ്. It is at the end of it all, Abraham knew that the company of Lot is an evil company. So he said, if you go right, I'll go left. If I go right, you go left. അപ്പൊ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികളെ ശ്രദ്ധിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, ഇണയില്ല പിണ കൂടരുത്. Yesterday we saw that we should not be unequally yoked with unbelievers. ഇതാണ് ഈവിൾ കമ്പനി. ശ്രദ്ധിച്ചോണം. That is why evil company has to be taken care കഴിഞ്ഞ of. ദിവസത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, യൂട്യൂബിലുണ്ട്, ആദ്യം എടുക്കുന്നവർക്ക് യൂട്യൂബിലുണ്ട്, അത് പോണില്ല അങ്ങോട്ട്. അപ്പൊ ലോത്ത് ഒരു ഈവിൾ കമ്പനിയാണ്. Lot was an evil company. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കലഹമുണ്ടാകുന്നു, ഒരു പിണക്കമുണ്ടാകുന്നു. അവസാനം അബ്രഹാം തന്നെ പറഞ്ഞു, നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. Abraham's life had a strife, a quarrel, so he said we can't go together to നമ്മൾ ആദ്യം കേട്ടു, ദൈവം അവർക്ക് വഹിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ സമ്പത്ത് കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. We also learned that both of them were so blessed with all good things. അപ്പൊ സമ്പത്തും അനുഗ്രഹവും ഉണ്ടായപ്പോ പെട്ടെന്നൊരു കലഹം അവിടെ ഉണ്ടായി. When they were so rich, they started striving each other. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിനാലുള്ള സമ്പത്ത്, നോക്കി ആ വാക്കുണ്ടോ, 13:6 പറയുന്നു, അത് ഇന്നലെ പറഞ്ഞ വാക്യമാണ്, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല സിസ്റ്ററെ, അവർ ഒന്നിച്ചു പാർക്കുവാൻ തക്കവണ്ണം ദേശത്ത് അവരെ വഹിച്ചുകൂടാത്ത സമ്പത്ത് വളരെ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർക്കാൻ അവർക്ക് പറ്റുന്നില്ല. സമ്പത്ത് വർദ്ധിച്ചപ്പം കലഹങ്ങൾ ഉണ്ടാകുന്നു. അത് പറഞ്ഞു സിസ്റ്ററെ. When they were so rich, when their blessings increased, there were strives in between them. They couldn't dwell together. അപ്പൊ എന്റെ ചോദ്യം, സമ്പത്തുണ്ടായ കലഹം ഉണ്ടാവോ? നിങ്ങൾ പറഞ്ഞേ. My question is, if you are blessed so much, will there be strives? ഇല്ല. No, definitely. ഇല്ല. ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി കേട്ടെ, ഒരിക്കലും സമ്പത്തുണ്ടായാൽ കലഹമുണ്ടാകത്തില്ല. Brother says there will not be fights when you increase. അപ്പൊ ചോദ്യം, ഇവിടെ അബ്രഹാമും ലോത്തും ലോത്തിന്റെ വേലക്കാരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. But we may ask, then how come Abraham and Lot's servants had fights each other? അത് സമ്പത്തുണ്ടായത് കൊണ്ടല്ല. ലോത്ത് ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം കൂടിയതല്ല. That was not because of their wealth, but it was because of Lot, who was out of God's plan. ഇപ്പൊ ദൈവത്തിന്റെ പ്ലാൻ ആണ് ലോത്തെങ്കിൽ ഒരിക്കലും അവിടെ എന്ത് ചെയ്യത്തില്ല, കലഹം ഉണ്ടാകത്തില്ല. If Lot was in God's plan, there wouldn't be any fights with them. നോക്കിക്കേ, അപ്പം ലോത്ത് ദൈവത്തിന്റെ പ്ലാൻ അല്ലാത്തത് കൊണ്ട് അനുഗ്രഹം വന്നപ്പോൾ പിശാച് ലോത്തിന്റെ കൂട്ടുകാരുടെയും അകത്ത് കയറി അവിടെ ഇവർ തമ്മിൽ ഒരു പിണക്കമുണ്ടായി, അവർ തമ്മിൽ പിണക്കമുണ്ടായി, കലഹം ഉണ്ടാകാൻ തുടങ്ങി. Because Lot was out of God's plan, when he got rich, devil entered through Lot and they became strifing. ഫിലിപ്പിയർ 4:19 പറഞ്ഞ, എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർന്നു തരും. 4:19 of Philippians say, my God shall supply all your need according to his riches and glory by Christ Jesus. സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുള്ള വ്യക്തികളെ 2 വചനം മറക്കാതെ പറയണം. 2 കൊരിന്ത്യർ 8:9. ഞാൻ ആ വാക്യം പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ വാക്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തു യേശുവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം, അല്ലെങ്കിൽ ഞാൻ നിമിത്തം യേശു ദരിദ്രനായി, യേശുവിന്റെ ദാരിദ്ര്യം വഹിച്ചു, ഞാൻ ക്രിസ്തുവിൽ ബഹുസമ്പന്നനാണ്. രണ്ടാമത് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ ആ വാക്കുകൊണ്ട് ഓൾ യുവർ നീഡ്സ് എന്നല്ലേ സിസ്റ്ററെ? Yeah, all your needs. അപ്പൊ അവിടെ നിങ്ങൾ സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ 10 ലക്ഷം രൂപ കടമുള്ള വ്യക്തി
എങ്ങനെ പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയണം, കർത്താവ് എന്റെ ദാരിദ്ര്യം ക്രൂശിൽ വഹിച്ചു. എന്റെ ദൈവമോ എന്റെ ദാരിദ്ര്യത്തെ ക്രിസ്തുയേശുവിൽ ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. You must remember these two scriptures. The 2 Corinthians, that scripture ഇങ്ങനെ which said that ഇങ്ങനെ പറഞ്ഞു Jesus was. ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ ആ വചനം പോലെ തന്നെ അങ്ങോട്ട് പറയാം. 2 Corinthians 8:9 പറയാണ് ആ വാക്കുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും കർത്താവ് എന്റെ ദാരിദ്ര്യം വഹിച്ചത് കൊണ്ട് ക്രിസ്തുവിൽ ഞാൻ സമ്പന്നൻ. നോക്കിക്കേ, തട്ടിയും മുട്ടിയും പോകണമെന്നല്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നല്ല പറഞ്ഞേക്കുന്നത്. ഞാൻ സമ്പന്നനാകേണ്ടതിന് യേശു ദാരിദ്ര്യം വഹിച്ചു. Yeah, so that though he was rich, yet for your sake he became poor, that you through his poverty might be rich. This Okay. scripture you should keep saying. നിങ്ങൾ സമ്പന്നനാകും. അപ്പൊ നിങ്ങൾ സമ്പന്നനാകും. You will be rich. നിങ്ങൾ കേട്ടെ, അപ്പൊ നിങ്ങൾ സമ്പന്നനാകും എന്ന് പറഞ്ഞാൽ സമ്പന്നനാകത്തില്ല. If you say you will be rich, you will not get rich. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ സമ്പന്നനാകും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. We keep saying that we will be rich, we നിങ്ങൾ will be rich. നിങ്ങൾ ആ വാക്ക് കണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും കർത്താവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നൻ ആകേണ്ടതിന്, നിങ്ങൾ വാക്കുണ്ട്, നിങ്ങൾ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം യേശു ക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ല. ഇപ്പൊ എന്റെ ചോദ്യം, യേശു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായോ? My question is, did Jesus become poor in the cross? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരാ? യേശു ദരിദ്രനായെങ്കിൽ നിങ്ങൾ ആരായി മാറിയിരിക്കുന്നു? കണ്ടോ? അപ്പൊ യേശു ദരിദ്രനായെങ്കിൽ നിങ്ങൾ ആരാണ്? Jesus became poor, what are you? അപ്പൊ നിങ്ങൾ വചനം ശ്രദ്ധിച്ചു. അപ്പൊ അതാണ് വചനത്തിന്റെ നിയമം. ശ്രദ്ധിച്ചോണം നിങ്ങൾ എപ്പോഴും. Remember the law of the word all the time. നമ്മൾക്ക് ഓരോ ലാംഗ്വേജിലും ഗ്രാമർ ഉള്ളതുപോലെ There is grammar in each language. ബൈബിളിനൊരു ഗ്രാമർ ഉണ്ട്. Bible has a grammar. ബൈബിള് പറയുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി നിങ്ങൾ സമ്പന്നനാകേണ്ടതിന്. The Bible says Jesus became poor so that you be rich. അപ്പൊ കടഭാരത്തിന്റെ അകത്ത് തകർന്നിരിക്കുന്ന വ്യക്തി പറയാ, കർത്താവേ എന്നെ സമ്പന്നനാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ, If somebody is dwelling in debt, if he prays that make me rich, ആ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകത്തില്ല വചനപ്രകാരം. that person will not have a financial breakthrough according to the ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാമ്പത്തിക വിഷയത്തിന്റെ അകത്ത് ഇപ്പൊ കുരുങ്ങി കിടക്കുക. you suppose you are entangled in a financial issue. അതുകൊണ്ടല്ലേ ഈ കടഭാരം വരുന്നത്. That is why the debts are അപ്പൊ ആ happening. കുരുക്ക് പൊട്ടിക്കണമെങ്കിൽ വചനം അയച്ചാണ് വിടുവിക്കൽ സംഭവിക്കുന്നത്, വിടുതൽ സംഭവിക്കുന്നത്. We have to break that bondage by the word of God sent forth. അപ്പൊ വചനം പറയുവാണ്, യേശു ദരിദ്രനായെങ്കിൽ ഞാൻ സമ്പന്നനായെന്ന. The word say Jesus became poor so that I be rich. I അപ്പൊ ഞാൻ became rich. എന്റെ പോക്കറ്റ് നോക്കിയാൽ കടക്കാരുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. In my pocket maybe only learners list are there. പക്ഷെ വചനം പറയുന്നത് ഞാൻ സമ്പന്നനാണ്. But the Bible say I am rich. അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്റെ പേഴ്സിലോട്ട് നോക്കാതെ കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കുക. I should first seek the face of the Lord rather than my purse. അപ്പൊ സമ്പന്നനെ പോലെ ഇനി സംസാരിക്കണം. I should be speaking like a rich. കണ്ടോ? അപ്പൊ വചനത്തിൽ പറയുന്നു, ഞാൻ യേശു ക്രൂശിൽ ദരിദ്രനായതുകൊണ്ട് ഇപ്പോൾ ഞാൻ സമ്പന്നനാണ്. അത് നടന്നു കഴിഞ്ഞ കാര്യമാണ്. So the Bible says Jesus became poor, so I am rich. ബൈബിളിന്റെ That ഒരു has already happened. ബൈബിളിന്റെ പ്രിൻസിപ്പിൾ പറയുന്ന പോലെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടാകുന്ന. The Bible principle said, believe that it is there, so it will come. അപ്പൊ ഞാൻ ആരാണ്? സമ്പന്നനാണെന്ന് വിശ്വസിച്ചാൽ സമ്പന്നനായിത്തീരും ഞാൻ. So if I believe that I am rich, I will become rich. ഇനി ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, അതാ പറയാം, ഡോക്ട്രിൻ കറക്റ്റ് ആയിരിക്കണം. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് This doctrine should be correct. ഫിലിപ്പിന്റെ സുവിശേഷം 4:19 പറയുമ്പോൾ ഇനി കാരണം ഞാനിപ്പോ ആരാണ്? സമ്പന്നൻ അല്ലെ? ഇനി Now I am rich. അതായത് എന്റെ പോക്കറ്റ് നോക്കിയിട്ടല്ല, ദൈവത്തിന്റെ വചനമാകുന്ന പോക്കറ്റിന്റെ അകത്ത് ഞാൻ സമ്പന്നനാണ്. Not according to my purse, because I am looking at Jesus, I am rich. മലയാളത്തിലേക്ക് വരുമ്പോഴേക്ക് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുന്നൊരു വാക്യമാണ്. In Malayalam, Philippians 4:19 said, your hardships. നോക്കിക്കേ, ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴേക്കും ഓൾ യുവർ നീഡ്സ് എന്നാണ് ന്യൂക്കേജ് കൊടുത്തത്. ഓൾ യുവർ നീഡ്സ്. All your needs, 4:19 says in the Bible,
അപ്പം English. എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെയും. My God shall supply all my needs. അപ്പൊ എന്റെ ആവശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ. My needs. എന്റെ ബുദ്ധിമുട്ടല്ല ആവശ്യം. ബുദ്ധിമുട്ടും ആവശ്യവും രണ്ടും രണ്ടാണ്. My troubles Allah. It's not my troubles, it is my needs. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ബുദ്ധിമുട്ടുള്ളവരല്ല, ആവശ്യമുള്ളവരാണ്. രണ്ടും രണ്ടാണ്. We are children of God. We don't have troubles, we have but needs. അപ്പൊ എനിക്കൊരു ആവശ്യമുണ്ട്. I have a need. ഇപ്പൊ ഞാൻ നാളെ എനിക്ക് ആ ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കേണ്ട ആവശ്യമുണ്ട്. I want to buy some grocery, I have a need. അതെന്റെ ബുദ്ധിമുട്ടല്ല, എന്റെ ആവശ്യമാണ്. That's not my trouble, it is my need. അപ്പൊ എന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, ഇതാണ് ബുദ്ധിമുട്ട്. Trouble means I want something but it's not happening. അപ്പൊ ഇവിടെ പറയണം എന്റെ ആവശ്യങ്ങളൊക്കെ ഓൾ യുവർ നീഡ്സ് എന്നാണ്. All my needs. ഇവിടെ ശ്രദ്ധിച്ചു, അടുത്ത വാക്യം പറയുന്നത് മഹത്വത്തോടെ, ദൈവനാമ മഹത്വത്തിലാണ്. According to the glory, according to his glory. ഹീസ് റിച്ചസ് അല്ലേ, തന്റെ ധനത്തിനൊത്തവണ്ണം. According to his riches in glory by ആ Christ. വാക്കുകൊണ്ടോ തന്റെ ധനം പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ധനം. God's riches. ഒന്ന് പറഞ്ഞ മ്യൂട്ട് മാറ്റി പറഞ്ഞ ദൈവത്തിന്റെ ധനം. ദൈവത്തിന്റെ ധനം. God's riches. ആ ഇനി ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ ഒരു വാക്കുണ്ട്, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. According to his riches in glory. അപ്പൊ ദൈവത്തിനൊരു വലിയൊരു ധനസംഭരണം ഉണ്ട്, അതായത് ഒരു ട്രഷർ ഉണ്ട്, അഥവാ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ദൈവത്തിന്. God has a big treasury. അപ്പൊ ഇവിടുന്നാണ് ഈ സാമ്പത്തികം മൊത്തം വരുന്നത്. All our financials come from his treasury. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും, അധ്വാനത്താൽ അതിനോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൂട്ടാൻ പറ്റത്തില്ല. That is why the proverb says, by the blessings of the Lord you become rich and he had no sorrow with അതിന്റെ it. അർത്ഥം ദൈവത്തിന്റെ അനുഗ്രഹം വന്നാൽ നാട്ടിൽ ഒറ്റ വ്യക്തിയും പറയത്തില്ല, നിങ്ങൾ പോലും പറയത്തില്ല, കണ്ടോ എന്റെ കഴിവ് കൊണ്ടാ കിട്ടിയെന്ന് ഒരാൾ പോലും പറയത്തില്ല. Nobody can say when you are rich by God, nobody can say that it is by your efforts. അബ്രഹാമിന്റെ ഒറ്റ കുടുംബക്കാരും പറയത്തില്ല, കണ്ടോ അച്ചായൻ നല്ല ഒന്നാന്തരം മിടുക്കനായതുകൊണ്ട് സമ്പത്തുണ്ടായെന്ന് പറയത്തില്ല. എത്ര തലമുറ കഴിഞ്ഞാലും അവർ പറയും യഹോവയുടെ അനുഗ്രഹത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. None of the family members of Abraham will say that it is because of his smartness he became rich. അപ്പൊ നിങ്ങളുടെ ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത് ഭൂമിയിലല്ല, ദൈവത്തിൽ നിന്നാണ്. My source is from the Lord. ഇത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ വചനം അറിഞ്ഞിരിക്കണം. നമ്മൾ 2 കൊരിന്ത്യർ പറഞ്ഞു, ഞങ്ങൾ ദരിദ്രനല്ല സമ്പന്നനാണ്. To get this done in my life, I should know that I am not poor, I am rich. ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വന്നതിന്റെ അകത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തല്ല, അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ലീഡിലേക്ക് പോവാണ്. നോക്കിക്കേ, അപ്പൊ ഇവിടെ നോക്കണം, തന്റെ ധനത്തിൽ നിന്നാണ് ഈ സമ്പത്ത് വരുന്നത്. It's all from his treasury that we are getting the finances. അപ്പൊ നിങ്ങളുടെ ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ, അപ്പൊ നമ്മുടെ കാശല്ല, ദൈവത്തിന്റെ കാശാണത്. It's not our money, it is God's money. ഞാനിപ്പോൾ ഈ ദൈവത്തിന്റെ അവകാശിയായി മാറിയിരിക്കുക, കണ്ടോ. ഇപ്പൊ എന്റേതാണ്, പക്ഷെ പറഞ്ഞു, I am the heir of God now. ഇത് ദൈവത്തിന്റെ നന്മയിലേക്ക് എന്നെ അവകാശിയാക്കിയിരിക്കുക. He's become made me my his inheritor. നോക്കിക്കേ, അതാണ് വചനം പറയുന്നത്, ദൈവത്തിന്റെ അവകാശം ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയുമാക്കിയിരിക്കുന്നു. He has made us join heir with Christ. മത്തായിയിൽ യേശു പറഞ്ഞു, എന്റേതല്ല നിന്റേത്, നിന്റേതല്ല എന്റേതാകുന്നു. In the gospel he said, whatever is yours is mine and whatever is mine is yours. മുടിയമ്പുത്രന്റെ പിതാവിനെ പറ്റി യേശു ഉപമ പറയുന്നു, നിനക്കുള്ളത് ഇവിടെ ഉള്ളതെല്ലാം എനിക്കുള്ളതല്ല, നിന്റേതല്ലോ എന്ന് പറയുന്നുണ്ട്. And to the prodigal son's brother he said, whatever here is yours also. അപ്പൊ ഇനി ശ്രദ്ധിച്ചോ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന്റെ നന്മ കിട്ടുമ്പോ പിശാചിന്റെ ആഗ്രഹം ഇത് അപഹരിക്കുക എന്നുള്ളതാണ്. The devil want to steal it from you. നോക്കിക്കേ, അപ്പൊ ദൈവത്തിൽ നിന്ന് ഒരിക്കലും അപഹരിക്കാൻ പറ്റത്തില്ല ഇവന്. He can never get it from God. ഞാൻ കുറെ കാലം മുമ്പ് എന്റെ ലൈഫിലെ കുറെ ചിന്തിപ്പിച്ചൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ വേണം റിപ്പീറ്റ് ചെയ്യാം, എല്ലാവർക്കും അത് മനസ്സിലാകാൻ വേണ്ടി. കൊടുക്കൽ വാങ്ങൽ ശ്രദ്ധിച്ചോണം, കൊടുക്കൽ വാങ്ങലുകൾ. Used to be an event earlier what happened in my life. Take care about what you
deal with? Who do you deal with? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കരുതെന്നോ ചാരിറ്റി ചെയ്തിരുന്നോ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിച്ചോണം, അത് കറക്റ്റ് I'm മനസ്സിലാക്കണേ. not saying that you shouldn't. I'm not saying that you shouldn't help others. You shouldn't give charity. നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ സ്വന്തം നിങ്ങൾക്ക് ദൈവം തന്ന നന്മയാത്. If God blesses you, it is from God you're receiving it. നമുക്കറിയാം യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം 12 കൊട്ട ശേഷിപ്പ് വന്നു. When he fed the 5,000 with 5 loaves and 2 fish, there was 12 bags full left over. അപ്പൊ നോക്കി, ഈ 12 കൊട്ട ശേഷിപ്പ് വന്നപ്പോഴേക്കും ശിഷ്യന്മാർ ഇത് എടുക്കാൻ മറന്നുപോയി. പക്ഷെ യേശു വള്ളത്തെ വെച്ച് ബോട്ടെ വെച്ചു അത് എന്തുകൊണ്ട് അവരെടുത്തില്ല? ശേഷിപ്പ് അവരെടുത്തില്ല. The disciples സോറി forgot to take the leftover. സോറി അവര് ഒരു ശേഷിപ്പ് അവർ വന്നു. There was a leftover there. നോക്കിക്കേ, അപ്പൊ ഒരു ശേഷിപ്പ് വരുമ്പോ ശിഷ്യന്മാർ ഇത് എടുക്കാൻ മറന്നുപോയി. The disciples forgot to take the leftover. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ശേഷിപ്പ് വരുമ്പോൾ നിങ്ങൾ അതിനെ സ്റ്റോർ ചെയ്യുന്നവരാണ്. അതിനെപ്പോഴും സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. When God gives you blessings, abundant blessing, you should have a leftover. You should keep them. അപ്പം ഇപ്പൊ നോക്കിക്കണം, ഞാൻ ആദ്യം പറഞ്ഞ പിശാച് വന്ന് അവരെ എന്ത് ചെയ്യും? അവരുടെ ഉള്ളത്തിൽ നിന്ന് എടുത്തോണ്ട് പോകും. The devil might take it away from their hearts. ഒരിക്കലും പിശാച് നമ്മുടെ വായ്പ ചോദിക്കത്തില്ല, അല്ലേ? എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പിശാച് ചോദിക്കത്തില്ല. Devil never comes and borrows from you. പിശാച് നിങ്ങളുടെ വീട്ടിൽ വന്ന് മോട്ടിക്കൊണ്ട് പോകത്തില്ല ഒന്നും. He just steals. പക്ഷെ അവൻ അപഹരിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. But the Bible says he steals. അവൻ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നവനാണെന്ന് വചനം പറയുന്നുണ്ട്. He comes to steal, kill and destroy. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണമെന്ന് വചനം പറയുന്നുണ്ട്. You know his wiles, the Bible says. നിങ്ങൾക്ക് ഈ വചനം പറഞ്ഞു തുടങ്ങുമ്പം When you say this Bible verses, നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഞാൻ പറയുവാണ്, എന്റെ ദൈവമോ 10 ലക്ഷം രൂപ ഫോട്ടത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്ത് തന്നിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ബഹുസമ്പന്നനാണ്. എന്റെ ദാരിദ്ര്യം യേശു മാറ്റിയിരിക്കുന്നു. ക്രൂശിൽ ഞാൻ ബഹുസമ്പന്നനായിരിക്കുന്നു. ഇത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ ചലനങ്ങൾ, ദൈവത്തിന്റെ യഹോവയുടെ അനുഗ്രഹത്താലുള്ള സമ്പത്ത് വെളിപ്പെടാൻ തുടങ്ങും നിങ്ങളിൽ. when you start speaking 4:19 Philippians, my God supplies all my need according to his riches and glory by Christ Jesus, 10 lakhs rupees, you will have it. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ കുറെ കാലം മുമ്പ് എന്റെ ഒരു ആത്മീയ സുഹൃത്ത് One my spiritual friend 2013 സമയത്ത് 2013 times, എന്റെ കണക്ക് അത്രയും കറക്റ്റും അത്രയും ഓർക്കുന്നില്ല, അതെന്ന് എനിക്ക് തോന്നുന്ന സമയം I think that is the time. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ ബാങ്കിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് തുകയുടെ ആവശ്യമുണ്ട്. ഞാൻ ബാങ്കിലോട്ട് എത്തി ഉടനെ ബാങ്കിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, വീട്ടിലാണ് പൈസ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പൈസ എടുത്തില്ല, ഞാൻ ബാങ്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി തിരിച്ചു പോകാൻ ഓൾറെഡി ഞാൻ ബസ്സിൽ കയറി പാതി വഴി കഴിഞ്ഞു. ഇനി ഞാൻ തിരിച്ചു പോയി എടുക്കുക എന്നുള്ളത്, പൈസ വീട്ടിൽ നിൽക്കുന്നുള്ളത് അസാധ്യമാണ്. അപ്പൊ എന്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യോ. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന ഉടനെ എന്ത് ചെയ്യാം, അത് മീൻസ് അത് ഉടനെ തന്നെ ട്രാൻസ്ഫർ വീട്ടിൽ വന്നിട്ടാണ് എനിക്ക് വന്നത്. എന്തോ പുള്ളി മറന്നുപോയി, ATM ആണ് എന്തോ സംഭവം പുള്ളി വീട്ടിലുണ്ടായിരുന്നു, അതെനിക്ക് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. വീട്ടിൽ പുള്ളിക്ക് ഫിനാൻസ് ഇരിപ്പുണ്ട്, ഞാനത് അപ്പം തന്നെ അയച്ചു തന്നേക്കാൻ പറഞ്ഞു. He told me that I need some quick money. I'm going to the bank. I'm halfway through. My money is there at home, but now right now I can't go back and get it. So send me money immediately. അപ്പൊ എന്നോട് ഫിനാൻസ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ എൻ്റെ അത്രയും പൈസ ഇല്ല. അപ്പൊ എന്റെ കൂടെ വേറൊരു ആത്മീയ സുഹൃത്തുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സഹോദരൻ ഇന്ന പോലാണ് കാര്യം, പുള്ളി ഓൾറെഡി ബാങ്ക് വരെ എത്താറായി, ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ട് പുള്ളിക്ക് ആ പൈസ എടുക്കാനുള്ളത് പെട്ടെന്ന് നടക്കത്തില്ല, എന്തോ ഒരു അത്യാവശ്യത്തിന്റെ അകത്ത് നിൽക്കുവാണ്. അപ്പം എന്ത് ചെയ്യുക, എനിക്കൊന്ന് ഈ സഹോദരനോട് ജസ്റ്റ് ഒന്ന് ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ, അയാൾ ഇന്ന് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും, എൻ്റെ വാക്കാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. There was another friend with me who I repeated the story to him, and I told him that guy is in a real difficult situation. So please, on my guarantee, you give the money to him. അപ്പൊ ഈ സഹോദരനോട് പറഞ്ഞു, ബ്രദറെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാതെ ആർക്കും പൈസ കൊടുക്കാറില്ല എന്ന് ഈ ബ്രദർ പറഞ്ഞു. This brother told me that I don't give to anyone without prayer. അപ്പൊ ഞാൻ ആ സമയത്ത് ക്രിസ്തുവിൽ അങ്ങനെ വചനത്തിൽ വളർന്നു വരുന്ന ആദ്യ സമയങ്ങളിലുള്ള സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സഹോദര, ഒരാൾ ആവശ്യത്തിൽ നിൽക്കുമല്ലേ, കർത്താവ് അതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്ത് അദ്ദേഹത്തിന് ആ പൈസ അയച്ചു കൊടുപ്പിച്ചു. I forced this friend of mine and told them that the other guy is in a very difficult situation, so please send it. നോക്കിക്കേ, അപ്പം അദ്ദേഹം കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആളാണ്, വളരെ എരിവുള്ള ഒരു മനുഷ്യനാണ്. That this friend of mine is a very strong believer.
അപ്പം ഇങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞു, After he sent the money, 2 days passed, 3 ദിവസം കഴിഞ്ഞു, 3 days passed, 2 മാസം കഴിഞ്ഞു, 2 months passed, ഒരു വർഷം കഴിഞ്ഞു. 1 year passed. ആ പൈസ തിരിച്ചു കിട്ടിയിട്ടുമില്ല. ആ ബന്ധം അതോടെ അങ്ങ് തകർന്നു പോയി. That money was never paid back, and that relation also. പിന്നെ ഇവര് തമ്മിൽ ഒരു കലഹം ഉണ്ടായി, ഇവര് തമ്മിൽ ഇടർച്ചയുണ്ടായി, പരസ്പരം അവര് തമ്മിൽ ബന്ധപ്പെടാതെയായി. അങ്ങനെ ആ ബന്ധം തന്നെ മുറിഞ്ഞുപോയി. That relation itself got terminated. They were fighting each other. They had. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വന്നത്, കർത്താവ് തന്ന പൈസയാണ് സാധാരണ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കാറുള്ളൂ. That is how, when I remembered that he told me that without prayer I don't give to anyone. കണ്ടോ പ്രിയരെ? അപ്പം ഞാൻ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ വചനം പ്രസംഗിക്കുന്ന ആൾക്ക് തന്നെയാണ്. I asked him to give to only the another believer only. അയാൾ പറഞ്ഞതൊരു നുണ മാത്രമായിരുന്നത്. That guy was but lying. കാര്യം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ അത് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞോ, ഒരാഴ്ച കഴിഞ്ഞോ, 2 ആഴ്ച കഴിഞ്ഞോ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആള് ഇത്രയും വർഷമായി, ഇപ്പൊ 2013 നടന്നത്, 2026 ആയിട്ട് പോലും അത് തിരിച്ചു തന്നിട്ടില്ല. Until 2026, he has not paid the money he promised that it was in his house. നോക്കിക്ക്, എന്നോട് പറയാ ബ്രദർ എന്റെ ഇല്ല എന്ന് പറയുവാണെങ്കിൽ ഓക്കെ. If that guy said I don't have it, it was fine. എന്റെ വീട്ടിൽ ഇരിക്കുന്നതാണ്, ഞാനത് ജസ്റ്റ് എടുത്ത് ബാങ്കിൽ ഇടേണ്ട ഒരു കാര്യമേ ഉള്ളൂ. But he told me it is in my house. It was just I need. പിന്നെ അതുവരെ ഒരു മെസ്സേജ് എടുക്കുകയോ കോള് വിളിച്ചാൽ എടുക്കുകയോ അതേവരെ, അല്ലെങ്കിൽ ബ്രദറെ എന്റെ ഇല്ല, അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല, ഒരു സോറി പോലും പറഞ്ഞില്ല. കാര്യം ഞാനൊരു ഇടനില നിൽക്കുന്ന ഒരാളെന്ന് ഓർത്തോണം, മറ്റൊരാളുടെ നിന്ന് വാങ്ങിച്ച് കൊടുത്തിരിക്കുകയാണ്. See, I was a guarantor here. He never was repented, and he never gave back the money. He never said sorry. ഇതാണ് തെറ്റായ കൊടുക്കൽ വാങ്ങലുകൾ. This is the wrong. ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സോഴ്സുകളെ ബ്രേക്ക് ചെയ്യുവാൻ സാധ്യതയുണ്ട്. This can block your financial sources. ഇതാണ് ഈവിൾ കമ്പനി എന്ന് പറയുന്നത്. This is what evil company is all about. സാത്താൻ ഒരിക്കലും നേരെ വന്ന് വായ്പ ചോദിക്കത്തില്ല. The devil doesn't come and borrow from you. നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി ഇപ്പൊ ഒരു ആവശ്യം പറഞ്ഞു വന്നാ, if somebody comes with a need, ദൈവം നിങ്ങൾക്ക് എത്ര നന്മ തന്നിട്ടുണ്ടെങ്കിലും how much ever God has given അത് you, കൊടുക്കരുതല്ല ഞാൻ പറയുന്നത്. I'm not saying that you don't give. ദൈവസന്നിധിയിൽ കർത്താവേ, ഇത് അങ്ങയുടെ പൈസ, അങ്ങ് എനിക്ക് തന്ന കാശ്. ദിനവൃത്താന്തക്കാരൻ പറയുന്നു, ദൈവത്തിന്റെ ഇത് മേടിച്ച് ഞാൻ തരുവാണ്. As in Chronicles it is said, I am taking from God and giving you. So ask God. ഞാനിത് കൊടുക്കണോ വേണ്ടയോ കർത്താവേ എന്ന് ദൈവത്തിൽ നിന്നൊരു കേൾവി നിങ്ങൾ കേൾക്കുന്നവരാകണം. Ask God, should I give it or not, Lord? അപ്പൊ ബ്രദറെ അതിനുള്ള കഴിവൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ ബ്രദറെ. Suppose you're saying I don't have that much of capacity. നിങ്ങൾ ആ ലെവലിലേക്ക് വളർന്നു വരണം. You should grow up to that level, people. അതൊരു എക്സ്ക്യൂസ് അല്ല. That's not an excuse. കാര്യം ഒരു നന്മ നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ പ്രിയരെ ക്രിസ്തുവിൽ വളർന്നു വരുന്നത്. It is better to grow in the Lord than to lose your blessings. എന്നാൽ ആ സിറ്റുവേഷൻ അങ്ങനെ ഇല്ല എങ്കിൽ ദൈവഹിതം അറിയുന്ന വ്യക്തികളോട് നിങ്ങൾ പ്രാർത്ഥനയിൽ സംസാരിക്കണം, വേണയോ വേണ്ടോ. Still you can't grow up to that. Speak to people who can hear from കാര്യം the Lord. ഇത് ശ്രദ്ധിച്ചോണം, നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും നിങ്ങൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ശ്രദ്ധിച്ചോണം. When God blesses you financially, pay attention to what you give, what you get. ഇത് പലർക്കും അറിയത്തില്ല. Many people don't know this. ഇത് അറിയാതെ പല ആളുകളും എന്ത് ചെയ്യും, സങ്കടം കണ്ടങ്ങ് കൊടുക്കും. Many people see the misery of the other guy and just give. പ്രത്യേകിച്ച് ആത്മർ കുറച്ചും കൂടെ സെന്റിമെന്റ്സ് കൂടുതലാണ്, ദൈവത്തിലുള്ളൊരു കൃപയാ. Who? Arka? ആത്മീയർക്ക് നമുക്കൊരു spiritual people has a harder burden. കാര്യം നമ്മൾ ക്രിസ്തുവുള്ള മറ്റുള്ളവരുടെ വിഷമം നമുക്ക് സങ്കടം വരും അല്ലേ. When we are in Christ, we might feel sorry for others. ഇതൊരു ട്രാപ്പും കൂടെയാണ്, ശ്രദ്ധിച്ചോണം പ്രിയരെ. Mind it, it's a trap also. പിശാച് നിങ്ങളെ വഞ്ചിക്കരുതെന്നൊരു വാക്യമുണ്ട്. There is a Bible verse saying that the devil should not cheat you. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുതെന്നൊരു വാക്യമുണ്ട്. Satan should not defeat you.
ഞാനിത് ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ UK-യിലുള്ള സഹോദരൻ ലിതിൻ ബ്രദറിന്റെ ഫാദറും മദറും ഇതുപോലൊരു സ്ഥല സംബന്ധമായിട്ട് അവര് അത് വാങ്ങിച്ച് അവിടെ ഒരു വീട് പണിയാൻ വേണ്ടി ഒരു ദൈവിക ആലോചന ചോദിക്കാൻ ഇടയായി തീർന്നു. In one of the brother in UK, their parents wanted to buy a property and build a house. അപ്പൊ അവരത് വാങ്ങിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. They wanted to buy it and do a business over there. അപ്പം ദൈവസന്നിധിയിൽ എന്നോട് ചോദിച്ചു, ബ്രദറെ ഞങ്ങളത് വാങ്ങണോ വേണ്ടയോ എന്ന്. ബ്രദർ എന്നോട് ഒരു പ്രയർ റിക്വസ്റ്റ് എനിക്ക് അയച്ചു. He sent me a prayer request, brother, should I go ahead or not? ഞാനത് അദ്ദേഹത്തിന് വേണ്ടി അപ്പൊ അതൊരു നല്ല പ്രോപ്പർട്ടിയാണ്, നല്ലതായിട്ട് രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നതാണ്, അവർക്ക് എല്ലാം കൊണ്ട് ഒത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അത്. It was a beautiful property, beautiful price, everything was good. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു, ആ സ്ഥലം മേടിക്കരുത്, വലിയൊരു കുരുക്ക് അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. But when I prayed, Holy Spirit told me, don't buy that property. There is a big bondage over there. നോക്കിക്കേ, അപ്പൊ അവരത് വാങ്ങിച്ചില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഈ വലിയ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ആ മണ്ണ് മുഴുവൻ വെള്ളത്താൽ മുങ്ങിപ്പോയി, ആ ഏരിയ മൊത്തം വെള്ളത്താൽ മുങ്ങിപ്പോയി, വല്ലാതെ വെള്ളം കെട്ടി കയറുന്ന ഒരു സ്ഥലമായിരുന്നു അത്. But they did not buy it, but recently we came to understand that by this rain, all those area was just flown away. കാരണം അപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോ നല്ലതാണ് തോന്നുന്നതെല്ലാം ചിലതിന്റെ അകത്ത് കുരുക്കുകൾ കൊണ്ട് പ്രിയരെ. Whatever we see with our eyes that it is good, there are something bad. അപ്പൊ ഇപ്പൊ നിങ്ങൾ നല്ല വചനം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് പറഞ്ഞത്, പലരും ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന്റെ വചനമൊക്കെ പറയും, പക്ഷെ സാമ്പത്തിക അനുഗ്രഹം വരാത്തതിന്റെ കാരണങ്ങൾ ഇങ്ങനെ ചില കൊടുക്കൽ വാങ്ങലുകൾക്കകത്ത് ബ്ലോക്കായി കിടക്കുന്നുണ്ട്. Many people say this financial scriptures, but still they are not blessed because there are some areas they are stuck in such dealings. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. You have to be very careful about അപ്പൊ that. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ക്രിസ്തുവിൽ ബഹുസമ്പന്നനാന്നുള്ള ഉറപ്പിൽ പറഞ്ഞുകൊണ്ട് ഈ ഫിലിപ്പിയർ 4:19 അകത്ത് ആ കടഭാരം കൂടെ ചേർത്ത് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകും. പക്ഷെ അനാവശ്യമായ കൊടുക്കൽ വാങ്ങലുകളെ ശ്രദ്ധിക്കുകയും ചെയ്യണം. To get financially blessed, you should say that because Jesus became poor, I am rich. And then Philippians, my God supplies all my need according to his riches. പലരുടെയും ബിസിനസ്സുകളും വിദേശ ജോലികളിൽ നന്മ കിട്ടുന്നതും ഒക്കെ നഷ്ടപ്പെടുന്നതിന്റെ പിന്നിൽ ഈ ഒരു കൊടുക്കൽ വാങ്ങലാ പ്രിയരെ. The financial dealings have to be taken care of. ദൈവഹിതമല്ലാത്ത വ്യക്തികൾക്ക് കൊടുത്താൽ നിങ്ങളുടെ ഫിനാൻസ് അവിടെ ബ്ലോക്ക് ആകും. If you give to people who are out of God's will, your finances might be blocked. അപ്പൊ നിങ്ങളുടെ ചോദ്യം ഇതാണ്, ബ്രദറെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാകും കർത്താവിന്റെ ഹിതമുള്ളതാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തി? എങ്ങനെ മനസ്സിലാകും? How do we know? How do we know that the person in front of us is ഒന്നാമതൊന്നും സെന്റിമെന്റ്സിൽ ചെയ്യരുത്. Don't do anything by sentiments. നിങ്ങൾ ചിലപ്പോൾ മറ്റൊരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കാം. Maybe something you have kept it for. അയാൾ ചിലപ്പോൾ പറയും നാളെ രാവിലെ ഉറപ്പായിട്ടും തരാന്ന് പറഞ്ഞായിരിക്കും മേടിക്കുന്നത്. Maybe he is saying that tomorrow morning I will give you back. പക്ഷെ നിങ്ങൾ ഓർക്കും, കർത്താവ് എന്റെ മുമ്പിലേക്ക് ഈ വ്യക്തിയെ ദൈവം കൊണ്ടുവന്നാണല്ലോ, എടുത്തും കൊടുക്കും. Maybe you will feel that you brought this person in front of me. നോക്കിക്കേ, ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ആ നന്മ അപഹരിച്ചുകൊണ്ട് പോകാൻ വന്ന വ്യക്തി, അല്ലെങ്കിൽ അവന്റെ അകത്തിരിക്കുന്നത് ഏത് ആത്മാവാന്ന് അറിയത്തില്ല. You don't know what kind of spirit that man has inside of him. ലോത്തിനെ പറ്റി അബ്രഹാം പറയാം, നമ്മൾ സഹോദരന്മാരല്ലേ, എന്തിനാ അടി ഉണ്ടാക്കുന്നത്? Abraham was telling Lord, we are brothers, why are we striving? നിങ്ങൾ ആ വാക്കുണ്ട്, അബ്രഹാം പറഞ്ഞ വാക്കുണ്ട്. അബ്രഹാം ലോത്തിനോട് നമ്മൾ സഹോദരന്മാരല്ലേ, നമ്മൾ എന്തിനാണ്, നോക്കിയ വാക്കുണ്ട്, നാം സഹോദരന്മാരല്ലയോ? Abraham was telling Lord, aren't we brothers, why are we quarreling? അബ്രഹാമിന് മനസ്സിലായി, എന്നാ സഹോദരനാണെങ്കിലും സംഭവം മാറിപ്പോയി. Whatever brother it is, നമുക്ക് ഇവിടെ പിരിയാം, കണ്ടോ? We will part here. എന്നെ വിട്ടുപിരിഞ്ഞാലും, നോക്കിയ വാക്കുണ്ടോ? Look at the word. നീ ഇടത്തോട്ട് പൊക്കോ, ഞാൻ വലത്തോട്ട് പോകാൻ പോവാ, ശരിയാകത്തില്ലത്. You go left, I'll go right. It will not be right together. കണ്ടോ? അപ്പൊ അബ്രഹാമിന്റെ മനസ്സിലായി. ആദ്യം ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കുറെ കഴിഞ്ഞപ്പോ മനസ്സിലായി, ലോത്തെ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് വേറെയാണ്. After some time, Abraham came to know that the spirit on the Lot was different. കാര്യം കുറെ കഴിയുമ്പോഴേക്കും പിന്നെയും ദൈവം അനുഗ്രഹിക്കും. സമ്പത്ത് ഉണ്ടാകുമ്പോ അടിപിടി, കേസ്, ബഹളം, കോടതി, ജാമ്യം, ആ വഴിക്ക് അങ്ങ് പോവത്.
When God blesses Abraham again, there will be again striving, case and codes and stuff. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവേ ഇത് ദൈവഹിതമാണെങ്കിൽ എനിക്കൊരു അടയാളത്തെ കർത്താവ് തരണം. From today when you pray, you ask God, give me a sign if it is your will. ഇനി ശ്രദ്ധിച്ചോണം, ഇത് നിങ്ങൾ നിങ്ങളുടെ ആത്മ മനുഷ്യനെ ട്രെയിൻ ചെയ്തെടുക്കണം. You should train your inner man for this. എപ്പോഴും ചിലപ്പോൾ ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ബ്രദറെ ഞാൻ കൊടുക്കണം. എനിക്ക് 100 കണക്കിന് എന്താ പറയുന്നത് 100 കണക്കിന് കോളുകൾ വരുന്ന ആളാണ് ദൈവകൃപയാൽ എനിക്ക്. By grace of God, I get hundreds of calls for ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ കോൾ എനിക്ക് മിസ്സായേക്കാം. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിളിക്കും, ബ്രദറെ ഞാൻ കൊടുക്കണം വേണ്ടത് പറയുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ചിലപ്പോൾ മിസ്സാകാൻ സാധ്യതയുണ്ട് കോള്. Maybe if you ask me should I give or not, I might miss the call. ചിലപ്പോൾ എനിക്ക് എന്നെ സമയത്ത് ചിലപ്പോൾ കിട്ടാതെ വന്നേക്കാം. Maybe you might not get me on the phone. പക്ഷെ നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളുടെ ആത്മ മനുഷ്യനെ ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഒന്ന് അടയാളങ്ങൾ ചോദിക്കണം. You should ask signs. കർത്താവേ ഞാൻ ഈ വ്യക്തിക്ക് ഇത് കൊടുക്കണോ വേണ്ടയോ എന്നൊരു അടയാളം ചോദിക്കണം. You should ask sign from the Lord, should I give it or not? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അടയാളത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. I have told you before. 2000 എനിക്ക് തോന്നുന്നത് 17-16 സമയത്താണ് 2016 or 17. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് അതായത് അദ്ദേഹത്തിന്റെ വൈഫ് ഡെലിവറി ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. His wife was delivered and in the hospital. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വളരെ ഒരു സാമ്പത്തികം ഇല്ലാത്തൊരു വ്യക്തിയാണ്. He was very poor man. എൻ്റെ കയ്യിലാണ് ആകെ ഒരു 500 രൂപ എനിക്കുള്ളൂ. ആകെ ഒരു 500 രൂപ. I had only 500 rupees at that time in my ഞാൻ hand. മറ്റൊരു കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാ. I had kept it 500 for some other reason. കാര്യം ഈ 500 രൂപ ആ മനുഷ്യന് കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ഒരു ചായ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും. If he gets that 500, he can use it at least for a tea. കാര്യം എനിക്ക് ആ സമയത്ത് അതേ കൊടുക്കാൻ വഴിയുള്ളായിരുന്നു. ആ സമയത്ത് I had only 500 rupees to spare at that പക്ഷെ time. എനിക്കത് വേറൊരു സ്ഥലത്ത് ഇത് കൊടുക്കേണ്ടതും കൂടെയാണ്. I had to give somewhere else this 500 rupees. ഞാൻ ആ ഹോസ്പിറ്റലിന്റെ അദ്ദേഹത്തെ ഫോൺ ചെയ്തതിന് മുമ്പ് ഞാൻ ആദ്യം ആ ഹോസ്പിറ്റലിന്റെ വാതിൽക്ക് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഈ വ്യക്തിക്ക് ഇത് കൊടുക്കണോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൊടുക്കേണ്ട തുകയാണ്, ഇപ്പൊ ഞാനിത് ഇവിടെ കൊടുക്കണോ അതോ മറ്റേതെങ്കിലും വഴി ദൈവം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ, എനിക്ക് കർത്താവ് ഒരു സൈൻ തരണേന്ന് പ്രാർത്ഥിച്ചു. I asked the Lord for a sign. Should I give this or have you prepared some other source for him? അപ്പൊ ഞാനൊരു പെട്ടെന്ന് ഞാൻ നിമിഷമായിട്ട് കാഴ്ച കാണുവാണ്. Suddenly I saw a sight. ഇദ്ദേഹം ഒരു ബ്ലൂ കളറിലെ, ബ്ലൂ ആണോ വൈറ്റ് ആണോ, ഇദ്ദേഹം ഒരു ഷർട്ടിൽ സ്ട്രൈപ്സ് ഉള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നടന്ന് എന്റെ നേരെ വരുന്ന ഒരു കാഴ്ച, ഒരു ദർശനം ഞാൻ കാണുക. I saw a vision that he was coming in towards me with a striped shirt. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് കൊടുക്കണമെങ്കിൽ എനിക്ക് ഒരു അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I was telling God, show me a sign if I have to give. എന്നെ ധൈര്യപ്പെടുത്തിയത് ഗിദയോനാണ്. ഗിദയോൻ ദൈവത്തോട് അടയാളം ചോദിച്ചു. Gideon strengthened me to ask the sign from the Lord. ഇത് ദൈവത്തെ പരീക്ഷിക്കാൻ ചോദിച്ചതല്ല. I didn't want to test God. ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി അടയാളം ചോദിക്കരുത്. അതാണ് യഹൂദന്മാർക്ക് പറ്റിപ്പോയത്. I never wanted to test God. കാര്യം ഗിദയോൻ ഒരു കൺഫ്യൂഷൻ, ഗിദയോന്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിപ്പോയത് കൊണ്ട് ചോദിച്ചതാ. Gideon had a confusion inside of him, so he had to ask God. അതൊരിക്കലും ദൈവം തിരസ്കരിക്കത്തില്ല. God will never say no to it. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്ന് നടന്ന് ഇറങ്ങി വന്നപ്പോ ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ട അതേ വസ്ത്രം ഇട്ടുകൊണ്ട് ഈ മനുഷ്യൻ നടന്നു വരും എന്റെ നേരെ. I called him and he was approaching me with the same dress that I saw in the vision. അപ്പൊ നിങ്ങളുടെ ചോദ്യം, ബ്രദർ ഈ 500 രൂപയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? You might ask for this 500 you asked. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഇത് വലിയ തുകയാ. ആ സമയത്ത് For me at that time 500 rupees was so big. രണ്ട്, നമുക്ക് കിട്ടുന്ന നന്മകളെ സൂക്ഷിച്ചോണം. ദൈവമേ ഇത് അപഹരിച്ചുകൊണ്ട് പോകുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്മാരെ ശ്രദ്ധിച്ചോണം. Secondly, we should know who is coming to steal നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ് നിങ്ങളോട് സെന്റിമെന്റ്സ് പറയുന്നത് എല്ലാവരെയും സഹായിക്കേണ്ടവരല്ല നിങ്ങൾ. തെറ്റിദ്ധരിക്കരുതേ. You are not supposed to provide for everybody who gives you their troubles. ഇത് ശ്രദ്ധിച്ചു കേട്ടോണം. എല്ലാവരെയും, കരഞ്ഞു വരുന്ന എല്ലാവരെയും സഹായിക്കുമ്പോൾ സൂക്ഷിക്കണം. You should be careful who you നിങ്ങളുടെ സാമ്പത്തികത്തെ അടയ്ക്കാൻ കഴിയുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്.
There could be people who can stop ലോത്ത് your blessings. ലോത്തിനെ പറ്റി അബ്രഹാം പറഞ്ഞു, നീ എന്റെ സഹോദരനല്ലേ എന്നാ പറയുന്നത്. കണ്ടോ? Abraham told Lord, aren't you my brother? എന്നാ അബ്രഹാം പറയാം, നീ ഒരു കാര്യം ചെയ്യും, നീ ഇടത്തോട്ട് വെക്കോ, ഞാൻ വലത്തോട്ട് പോകാൻ പോവാ. But Abraham told Lord, you go to left and I'll go to കാര്യം right. ഇപ്പോൾ നീ എനിക്ക് ഈവിൾ കമ്പനിയാണ്. കണ്ടോ? Now you are evil company for me. ഇപ്പൊ നിന്റെ കൂടെ നടന്നാൽ എന്റെ കൂടെയുള്ള എന്റെ എന്താ പറയുക ആടുമാടുകളും ഇടയന്മാരും തമ്മിൽ തല്ലി ചാകത്തേ ഉള്ളൂ. If I go with you, then my herdsmen and your herdsmen will fight each other and die. അപ്പൊ ശ്രദ്ധിച്ചോണം, നമുക്ക് നന്മ കിട്ടും. അത് ജോലി സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾ ആ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവെ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ, ജോലി സ്ഥലത്തുള്ള വെല്ലുവിളികൾ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനി എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, സമയം പോയി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എങ്ങനെ അവിടെ നിങ്ങൾ ഏത് വചനം പറഞ്ഞാണ് അവിടെ നിങ്ങൾ ജയിക്കേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇനിയിപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി 2 വചനമാണ് യൂസ് ചെയ്യേണ്ടത്. ഈ വചനം അറിവിന്റെ ഈ 2 ദിവസത്തെ വചനത്തിന്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ഈ വചനം പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കടഭാരം മാറും, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാവും, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാവും. These 2 classes, yesterday's and today's, if you repeat the scriptures, confess the scriptures and do all those things, you will be financially ഇനി ചിലപ്പോൾ നിങ്ങൾ നാളെ മുതൽ പ്രാർത്ഥിക്കും, പെട്ടെന്ന് അടയാളം കണ്ടില്ലെന്ന് വരാം. Maybe you will pray and maybe you will not get a sign. ബ്രദറിന് ദൈവകൃപയാൽ അത് ആത്മീയമായിട്ട് ആ സ്പിരിച്വൽ ഐസ് ദൈവകൃപയാൽ തുറന്നതുകൊണ്ട് വേഗത്തിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റി. വേഗത്തിൽ അത് ക്യാച്ച് ചെയ്യാൻ Brother, പറ്റി. I could discern it. Yeah, I could discern it quickly because my eyes were open spiritually. അപ്പൊ നിങ്ങൾ അത് ദൈവകൃപയാണ്. അപ്പൊ നിങ്ങൾ കൂടുതലും അങ്ങനെ ഇപ്പൊ നമ്മൾ ശിശുക്കളെ പോലെ ഇപ്പോഴും ആയിരിക്കും. നമ്മളിപ്പോഴും അന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ എങ്ങനെയാണോ ബ്രദറെ പ്രാർത്ഥിക്കണം, കർത്താവെ പ്രാർത്ഥിക്കണം, ദൈവമേ ചെയ്യണം, ഈ പോയിന്റ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. വളർന്നിട്ടില്ല നമ്മളിപ്പോഴും. We are still in the point of spiritual babes. We haven't grown up. അപ്പൊ വളരാത്ത കൊണ്ട് കുഴപ്പമെന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ പറ്റി അറിയുന്നതിന്റെ കട്ടിയായുള്ള ആഹാരം നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് കുഴപ്പം. We are not able to have word meat of good and evil. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ ആദ്യം പറ, കർത്താവേ, ഒന്നാമത് നിങ്ങളുടെ പ്രാർത്ഥന ഡെയിലി നിങ്ങൾ ചെയ്യേണ്ടത് ദൈവഹിതമല്ലാത്ത ഒരു ബന്ധങ്ങളും എനിക്ക് വേണ്ട കർത്താവേ, അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും കർത്താവ് എന്നെ സൂക്ഷിക്കണമെന്ന് ആദ്യത്തെ പ്രാർത്ഥന. The first prayer you should give to God is, Lord, help me from all those evil companies. അപ്പൊ ഇത് ദൈവമക്കൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഈവിൾ കമ്പനികൾ. You should pray the most about evil companies. എന്റെ ബിസിനസ്സിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു വ്യക്തി എനിക്ക് വേണ്ട. There should not be any person around me in my business or in marriage or in my any life. നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ലോത്താണെങ്കിലും എന്നാ സഹോദരനാണെങ്കിലും സ്നേഹിക്കണം. പക്ഷെ ദൈവഹിതം അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ ഒരു അകൽച്ച, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. We can love them but keep a distance from them if it is not God's will. നമുക്ക് പിന്നെ വേഗത്തിൽ പ്രാർത്ഥിക്കാം. Let's pray. നമുക്ക് ഇനിയും തുടർച്ചയായിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, നമുക്ക് ഒത്തിരി സമയം ഈ വിഷയത്തിൽ കയറി പോകുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവ് ഉപയോഗിച്ചല്ലോ. പത്തനംതിട്ടയില് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ആലപ്പുഴ മീറ്റിങ്ങിന്റെ അകത്ത് സോഫിയ എന്ന് പറഞ്ഞ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ മീറ്റിങ്ങിൽ സോഫിയ എന്ന് പറഞ്ഞ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ മീറ്റിങ്ങിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആലപ്പുഴ നമ്മുടെ പ്രയർ സ്റ്റേഷൻ വെച്ചപ്പം സോഫിയ എന്ന് പറഞ്ഞ സഹോദരി വന്നിട്ടുണ്ടായിരുന്നു. ഈ സഹോദരന്മാർ എനിക്ക് നിങ്ങളെ വ്യക്തിപരമായിട്ട് വളരെ എല്ലാരെയും അറിയത്തില്ല. കാര്യം ദൈവകൃപയാൽ ഹസ്ബൻഡ് പിന്മാറ്റമാണ്. ഓക്കെ, ഒരു മിനിറ്റ്. എനിക്ക് എറണാകുളം അറിയത്തില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് പ്രെയർ ലൈനെ വിളിച്ചിട്ട് വളരെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. അപ്പം സഹോദരങ്ങൾ പറഞ്ഞു, നമ്മൾ ഒന്നാമത് YMCയിലല്ല മീറ്റിംഗ് നടത്തിയത്, 2 പ്രെയർ ലൈനെ വിളിച്ചിട്ട് പറയുന്നു എല്ലാ ദിവസവും പ്രാർത്ഥന എന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞു, നമുക്ക് എല്ലാ ദിവസവും അവിടെ പ്രാർത്ഥന ഇല്ലായിരുന്നു, ഒറ്റ പ്രയർ സ്റ്റേഷൻ പ്രയറിനെ വെച്ചിട്ടുള്ളൂ. വളരെ ചീത്തമായിട്ടുള്ള മോശമായ വാക്ക് പറയുന്നു.
അപ്പം ഇനി ആരാണോ ഇത് ഒന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ പിടിക്കാൻ പോകരുത്. എപ്പോഴും ഞാൻ പറയണം, ദൈവമക്കൾക്ക് വിരോധമായിട്ട് കർത്താവിന്റെ നാമത്തിൽ ചലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൂതന്മാർ വെറുതെ ഇരിക്കത്തില്ല. ബൈബിൾ പറയുന്നത് എൻ്റെ ദൈവത്തിന്റെ ഭക്തന്മാരെ തുടർന്ന് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി തൊടുന്ന പോലെയാണ്. അനാവശ്യമായിട്ട് അങ്ങനെ സിസ്റ്ററെ, അത് ആരാണോ സോഫി സിസ്റ്റർ എന്നുള്ളത് യൂട്യൂബിൽ കേൾക്കുന്ന ആളാണോ, ഹസ്ബൻഡിനോട് പറയണം കർത്താവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മുടെ പ്രയർ സ്റ്റേഷനിൽ വരുവാന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നിട്ടില്ല, ഇനി കേൾക്കുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് അത് പറഞ്ഞു തിരുത്തുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് ഒന്നെങ്കിൽ നമ്മളത് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും. ഇനി ആരായിക്കോട്ടെ, ചില ആൾക്കാർ അങ്ങനെയുണ്ട്, അനാവശ്യമായിട്ട് പ്രയർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് എൻ്റെ പ്രിയരെ ദൈവത്തോട് കളിക്കരുത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, അവര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ദാസന്മാരല്ല, നിങ്ങളുടെ അടിമകളല്ല, അവരുടെ മേൽ ദൈവം ആക്കി വെച്ചവരാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവത്തോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ല, ജയിക്കത്തില്ല. ദൈവത്തോട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. അത് ആരാണെങ്കിലും അനാവശ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എല്ലാ ദിവസവും പ്രയർ സ്റ്റേഷനിൽ പോവാന്ന് പറഞ്ഞുകൊണ്ട് പോവാന്നാണ് പറയുന്നത്. ഹസ്ബൻഡ് പറഞ്ഞതാണ്, അറിയത്തില്ല അയാൾ ശരിയോ തെറ്റോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ പ്രയർ സ്റ്റേഷൻ എല്ലാ ദിവസവും നടന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് വരരുതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, അനാവശ്യമായിട്ടുള്ള പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. അങ്ങനെയുള്ള കാര്യങ്ങളെ അദ്ദേഹത്തോട് പറഞ്ഞു തിരുത്തുക. വെറുതെ പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത്, അവസാനം ദൈവത്തിന് അടി കിട്ടുമ്പോഴേക്കും, ദൈവത്തിന് അടി കിട്ടുന്നത് ദൈവം അടിക്കുമെന്ന് നോക്കുന്നുള്ള വാക്കല്ല. ബൈബിളിൽ ചില പ്രോമിസുകളുണ്ട്. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽപ്പിക്കും. അവിടെ സ്നേഹം മാത്രമല്ല, അതൊരു പ്രോമിസാണ്. ഇപ്പൊ നമ്മൾ കറണ്ടെ തൊട്ടാൽ കറണ്ട് അടിക്കും, അതൊരു സംഭവമാണ്. കറണ്ടോട് പറയാം, കറണ്ടെ നീ എന്നെ അടിക്കരുത് കാര്യമില്ല, അത് അങ്ങനെയാണ്. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ അത് പ്രോമിസാണത്, ദൈവത്തിന്റെ വാക്തത്വമാണ്. ദൈവ സ്നേഹമാണല്ലോ പ്രിയരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കല്ലേ പ്രിയരെ, ശ്രദ്ധിച്ചോടെ. പ്രോമിസ് എപ്പോഴും പ്രോമിസാണ്. വാക്തത്വം ഒരു വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പറയുവാണ് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കും, ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അത് മനുഷ്യനായിക്കോട്ടെ, പിശാചായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, അതങ്ങനെ തന്നെ. ദൈവമക്കളോട് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് പറഞ്ഞ പൗലോസ് പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ ആകാത്തൊന്നും സംസാരിക്കുന്ന ആകരുത്, ദോഷം ചെയ്യാൻ പോകരുത്. കാര്യം സൂക്ഷിക്കണം, നിങ്ങളുടെ മേലെ അഭിഷേകം ചലിക്കും. അഭിഷേകമുള്ളവന്റെ എതിരെ ചെയ്യാൻ പോകരുത്. അത് ഭയങ്കര അപകടമാണത്. കാര്യം ദൈവത്താൽ വീണ അഭിഷേകമാണ്. അത് കരണ്ട് പോലെ തൊട്ടാൽ ഷോക്ക് അടിച്ചിരിക്കും. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അനാവശ്യമായിട്ട് അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പോകാതിരിക്കുക. ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഞാനിത് പറയുന്ന കാര്യം, നിങ്ങൾ പ്രയർ സ്റ്റേഷനിൽ വിളിച്ച് ചില ആൾക്കാർ ഭീഷണിപ്പെടുത്താറുണ്ട്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്, അവരെ ആഗ്രഹത്തോടെ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നവരാണ്. അല്ലാതെ അവർ രാവും പകലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. പലരും വിളിച്ച് ദേഷ്യപ്പെടാറുണ്ട്. ഒരു കാര്യം നിങ്ങളോട് പറയാം, അവർ ചിലപ്പം അവരും കുടുംബജീവിതം ഉള്ളവരാണ്, നിങ്ങളെപ്പോലെ തന്നെ ബിസി ഉള്ളവരാണ്. അപ്പം എല്ലാവരും ഞാൻ ഉൾപ്പെടെ. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിളിച്ച് തിരക്കൊണ്ടായിരിക്കാം. 100 കണക്കിന് കോളുകളാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത്. 100 കണക്കിന് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയും ആൾക്കാരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി അവർ ഇടിവിൽ നിന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചിലപ്പോൾ കോള് മിസ്സായേക്കാം, ചിലപ്പോൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അവർ ഫാമിലിയിലാണ്, മറ്റു കാര്യത്തിലൊക്കെ ഒരു ബിസി ആയേക്കാം. അപ്പം നിങ്ങൾക്കൊരു വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, അവർ റിപ്ലൈ തന്നോളും. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. പിശാചിന്റെ ആഗ്രഹം ഇപ്പം മനസ്സിലായ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ദൈവമക്കളെ, നമ്മുടെ പ്രയർ സ്റ്റേഷന് വേണ്ടി കർത്താവ് അനേകരെ തൊട്ടുകൊണ്ടിരിക്കുക, അനേക വിടുതലുകളെ, ഭവനങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 29-ാം തീയതി പത്തനംതിട്ടയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റ് ആകരുത്, ഒന്നുകൊണ്ട് അറിയിപ്പ് പറഞ്ഞോട്ടെ. 29-ാം തീയതി പത്തനംതിട്ടയിൽ നമ്മൾ പ്രയർ സ്റ്റേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ YMCA വെച്ചാണ്. ഞാൻ നേരിട്ടല്ല വരുന്നത്, എപ്പോഴും പറയുന്നത് വെർച്വലിലാണ്, സ്ക്രീൻ വെച്ചിട്ടാണ് വരുന്നത്. തെറ്റിദ്ധാരണ വരരുത്. അപ്പം ലൈവ് ശരിക്കും നമ്മൾ നേരിട്ട് വരുന്ന പോലെ തന്നെയാണ്. കൃപയാൽ പരിശുദ്ധാത്മാവാണ് ഉപയോഗിക്കുന്നത്. മറ്റ് നിങ്ങളുടെ പ്രയർ സ്റ്റേഷൻ പോലെ തന്നെ ദൈവം സംസാരിക്കും. നമുക്ക് അന്യഭാഷ പ്രാർത്ഥനയും ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് ആണ്. യേശുക്രിസ്തു സൗഖ്യമാക്കും. കർത്താവിന്റെ ആത്മാവ് ആലോചനകളാൽ നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം നിങ്ങളെ തൊടും. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റും. പട്ടണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിയോഗമാണ്. പത്തനംതിട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള നിയോഗമാണ്. അപ്പം കഴിവതും അവിടെ ആഗ്രഹിക്കുന്നവരെല്ലാം വരിക. രോഗികളായിട്ടുള്ളവരെ വണ്ടിക്കൂലി മുടക്കി ആളും കൂട്ടിക്കൊണ്ട് വരിക. യേശു സൗഖ്യമാക്കും. ദൈവം അവരെ അത്ഭുതം ചെയ്യും. അപ്പോൾ ഒരു വ്യക്തിയെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം. അവർ ചിലപ്പം തകർന്നവരായിരിക്കാം, രോഗിയായിരിക്കാം, ബന്ധനത്തിന്റെ അകത്തായിരിക്കാം. അവരെ കൂട്ടിക്കൊണ്ട് വരണം. ദൈവം സംസാരിക്കും. അവിടെ വന്ന് നിങ്ങൾ ആരോടും പേരോ കാര്യങ്ങളോ ഒന്നും പറയണ്ട.
ഒരു ഡീറ്റെയിൽസുകളും നിങ്ങൾ പറയേണ്ട. കാര്യം ദൈവം എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ പിന്നെ നാളെ പറയരുത്, അത് അവരെല്ലാം നോട്ട് ചെയ്തിട്ട് മൊത്തം ട്രിക്കാണ്, നമ്പരാന്ന് പറഞ്ഞ് വരരുത്. ഞാൻ എപ്പോഴും പറയാം, ഈ പിശാചിലുള്ള തെറ്റിദ്ധാരണകളാണ്. ദൈവം ഇടപെട്ടാൽ അതിൻ്റെ അകത്ത് ഡെലിവറൻസ് ഉണ്ട്. എപ്പോഴും ഓർത്തോണം, ദൈവം ഒരാളുടെ പേര് ചൊല്ലി ഒരു ആലോചന നമ്മൾ കേൾക്കുന്ന സാക്ഷ്യമല്ലേ, പിന്നത്തേതിൽ അവർക്കൊരു സാക്ഷി. നമുക്ക് സാക്ഷ്യം ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവർ പറഞ്ഞ പോലെ ഇപ്പം ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം വെളിപ്പെടുത്തി അത് കണ്ടുപിടിച്ച് എന്തൊക്കെയോ ട്രിക്കാന്ന് പറയും, പക്ഷെ ഒരു ഡെലിവറൻസ് കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല അല്ലേ. ഒരു ഡെലിവറൻസ് കൊടുക്കാൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ. അപ്പം അവിശ്വാസികളുടെ കൂടെ ഇരിക്കാതെ ദൈവമക്കളുടെ കൂടെ തന്നെ നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുക. പത്തനംതിട്ടയിൽ 29-ാം തീയതി മറന്നു പോകരുത്. അതിന്റെ ഡീറ്റെയിൽസുകൾ YMCA അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. പത്തനംതിട്ടയിലും അതിന്റെ ഭാഗത്തുള്ളവർക്കെല്ലാം പങ്കുചേരാം. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മാവിൽ ഒരു ഇമ്പാർട്ടേഷൻ, പരിശുദ്ധാത്മാവിൽ ഒരു പകർച്ച, ഒരു ശുശ്രൂഷയുടെ വളർച്ചയ്ക്കും പകർച്ചയ്ക്കും കൃപാവരങ്ങളിൽ ജ്വലിക്കാനും കൃപാവരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വെടിവെച്ചയക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വാഗതം. വലിയൊരു പകർച്ച ദൈവം ചെയ്യും, ബ്രദറല്ല, ദൈവം ചെയ്യും. അതിനൊരു പകർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ പ്രെയർ ലൈനിൽ വിളിച്ച് നിങ്ങൾ പേരൊന്നും പറയണ്ട, എത്ര പേര് വരുന്നുള്ള കണക്കൊന്ന് പറയണം. ഇപ്പോഴത്തെ ഹോള് വേണോ അതോ ചെറുതോ വലുതോ വേണോ എന്ന് അറിയാൻ വേണ്ടിയാണ്, ഹോളുകൾക്ക് ചേഞ്ചുകൾ വരുത്തണമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നേരത്തെ പറയണം. സർപ്രൈസ് ആയിട്ട് നിങ്ങൾ വരാൻ നിൽക്കരുത്, പറയാതെ സീറ്റ് ബുക്ക് ചെയ്യാതെ. ഫ്രീ ആണ്, സീറ്റ് അല്ല, അതുകൂടെ പറയാം. ഒരു പൈസയും വേണ്ട, ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഹോളിൻ്റെ കപ്പാസിറ്റി നിങ്ങൾ നോക്കണം. അതിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ ഇടയില്ലെന്ന് പറയരുത്. പിന്നെ അത്രയും നമുക്ക് വേണോ വേണ്ടയോ, വലിയ ഹോളിൻ്റെ ആവശ്യമുണ്ടോ ചെറിയ ഹോളിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ നമ്പർ എപ്പോഴും എടുക്കുന്നത്. കൗണ്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. കർത്താവ് എപ്പോഴും നമുക്ക് എന്താ പറയുന്നത്, എൻ്റെ ആഗ്രഹം നമ്മളൊരിക്കലും ഞെരുങ്ങുന്നവരല്ല, വിശാലത വേണവരാ, വിശാലതയ്ക്ക് വേണ്ടിയാണ്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഒരാഴ്ച കഴിഞ്ഞ് മുമ്പോട്ട് എടുക്കാവോ ബ്രദറെ? ഞാൻ സൗദിയില. ഞങ്ങൾക്ക് മുമ്പേ അടുത്ത ആഴ്ച 30-ാം തീയതി ഇവിടുന്ന് ഇറങ്ങും. അപ്പൊ പങ്കെടുക്കാറ്. ഒരാഴ്ച മുമ്പോ? ഒരാഴ്ച മുമ്പോട്ട് ഫസ്റ്റ് വീക്ക് വെക്കുവാണെങ്കിൽ. ഇതെല്ലാം ഒരു ഷെഡ്യൂളിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും മാറ്റം ഉണ്ട്. ഹോള് ബുക്ക് ചെയ്തോണ്ട്. ഓക്കെ, ഓൾറെഡി ഹോള് ബുക്ക് ചെയ്തു. സിസ്റ്ററെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്തൊരു നിങ്ങൾ എത്ര ദിവസം ഉണ്ട്? അടുത്തൊരു പ്രയർ സെഷൻ പിന്നെയും വരുന്നുണ്ട്, മറ്റെവിടെയെങ്കിലും നമുക്ക് നോക്കാം കേട്ടോ. തിരിച്ചു പോരും. ഒക്ടോബർ വരെ ഉണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, അതിനുള്ളിൽ ഒരു പ്രയർ സെഷൻ വരുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രയർ വരുന്നുണ്ട് കേട്ടോ, മറ്റു സ്ഥലത്ത്. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഹോദരങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവ് എന്നോട് സംസാരിക്കണം. എല്ലാവരും പറഞ്ഞു ഈ ദിവസങ്ങളിൽ ഞാൻ ആ ഈവിൾ കമ്പനികളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഇനി മുതൽ ശ്രദ്ധിച്ചോണം. സാമ്പത്തിക അനുഗ്രഹത്തിന്റെ വചനം പറയുമ്പോൾ ദുഷ്ടന്റെ ആഗ്രഹം അത് എടുത്തുകൊണ്ട് പോകാനാണ്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തി ഏത് ആത്മാവാണെന്ന് വിവേചിക്കുവാൻ പരിശുദ്ധാത്മാവെ കൃപ വേണം. എനിക്ക് ആ വിവേചന വരത്തെ എന്നുള്ളത്തിൽ ജ്വലിപ്പിക്കണം. പ്രാർത്ഥിക്കണം. ചാടിക്കേറി ഒരു സ്ഥലം മേടിക്കുന്നതായിക്കോട്ടെ, ഒരു വീട് മേടിക്കുന്നതായിക്കോട്ടെ, ഒരു കാറ് മേടിക്കുന്നതായിക്കോട്ടെ, ഒരു വിവാഹമായിക്കോട്ടെ, എന്ത് ചെയ്താലും കർത്താവിന്റെ ഹിതം ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ നേരെ പോയി ചാടുന്നത് ഒരു ഈവിൾ കമ്പനിയിലോട്ടായിരിക്കും. ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ ഈ കുരുക്കിൻ്റെ അകത്തുനിന്ന് അവർക്ക് ഡെലിവറൻസ് ഉണ്ടായപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. നമ്മൾ പോലും അറിയാത്ത ഒത്തിരി സംഭവങ്ങളുണ്ട് പ്രിയരെ. നമുക്ക് കളിയാക്കുന്നവരും പരിഹസിക്കുന്നവനൊക്കെ പറയും, ഞാൻ പറഞ്ഞില്ല, അവന്റെ അകത്തിരിക്കുന്ന ആത്മാവിന് ഇത് ചെയ്യരുത്, ഈ ശുശ്രൂഷ ചെയ്യരുതെന്ന് അവരുടെ ആഗ്രഹം. അവരുടെ പുറകെ പോകരുത്. ശ്രദ്ധിക്കുക. ദൈവഹിതങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ വളരെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും, ഞാൻ വരും ദിവസങ്ങളിൽ ഇത് എടുക്കുമെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ആ ഗിഫ്റ്റുകളൊക്കെ ഉപയോഗിക്കാനുള്ള ഈ വിവേചന വരം എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത് നമുക്ക് പഠിക്കാം. നന്ദി പരിശുദ്ധാത്മാവേ. അത് ഈ ദിവസത്തെ ക്ലാസ് മിസ്സാക്കരുത്. യൂട്യൂബിൽ ചിലപ്പം അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ മിസ്സാകാറുണ്ട്. എങ്കിലും ശ്രദ്ധിക്കാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ ഇച്ചിരി സമയം കൂടി പോകുന്നുണ്ട് കേട്ടോ. സാരമില്ല, കർത്താവ് ചിലത് പഠിപ്പിക്കും. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് ഞാൻ ആ ഈവിൾ കമ്പനിയെ ബ്രേക്ക് ചെയ്യുന്നപ്പ ചിലരുടെ ലൈഫിന്റെ അകത്ത് കർത്താവ് തെറ്റായ ചില സെന്റിമെന്റ്സിന്റെ അകത്ത് കുടുങ്ങിപ്പോയവരുണ്ട്. കുടുംബത്തിന്റെ അകത്ത് കുടുങ്ങിപ്പോയവരുണ്ട്. സഹോദരങ്ങളുടെ നടുവിൽ, പുറത്തും അകത്തും, ഫ്രണ്ട്സിന്റെ ഇടയിലും, ജോലി സ്ഥലങ്ങളിലും ബിസിനസ്സിലും എല്ലാം തകർന്നു പോയവരുണ്ടപ്പ. ഫിനാൻഷ്യൽ കുരുക്ക് കയറി രോഗമായി പ്രതിസന്ധിയായി മാറിയവരുണ്ടപ്പ. യേശുവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന കള്ളപ്പിശാശെ, യഹോവയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സമ്പത്തുണ്ടാകും. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. കർത്താവ്, ആ സമ്പത്ത് അത് നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന്, ഞങ്ങളുടെ
അധ്വാനം ഞങ്ങൾ തന്നെ ഭക്ഷിക്കും. ഞങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു പൈസ പോലും കർത്താവെ പാഴായി പോകാതെ, പ്രിയ മക്കളെ ഒരു നന്മ പോലും കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ എല്ലാ ഈവിൾ കമ്പനികളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ റൈസ്മെന്റ് അല ഫ്രൂസൻ ബറലിയാന്തിരി റസ്വറ്റ് അല്പനേരം നമുക്ക് അന്യഭാഷ പറഞ്ഞാട്ടെ, അല്പനേരം അന്യഭാഷ പറഞ്ഞാട്ടെ. ആ ബ്രേക്ക് ചെയ്യട്ടെ, ആ ഈവിൾ കമ്പനി ബ്രേക്ക് ആകട്ടെ, സാമ്പത്തിക കുരുക്കുകൾ ബ്രേക്ക് ആകട്ടെ. ആ രോഗം ഹോസ്പിറ്റലിൽ എല്ലാം നടക്കുക, രോഗവും പറഞ്ഞുകൊണ്ട് ആ രോഗത്തിന് വേണ്ടി പൈസ മുടക്കിയതിന് കണക്കില്ല. എത്ര കാലമായി പൈസ കളയുന്നു, എത്ര കാലമായി ആരോഗ്യം കളയുന്നു, എത്ര കാലമായി അധ്വാനം മൊത്തം കളയുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പോ ആ സമ്പത്തിനെ നശിപ്പിക്കുന്ന, അധ്വാനത്തെ നശിപ്പിക്കുന്ന യേശുവിന്റെ നാമത്തെ രോഗമായിക്കോട്ടെ, ഈവൽ കമ്പനികളായിക്കോട്ടെ, ഓറാദാന തെറ്റായ കൈവപ്പുകളായിക്കോട്ടെ, ദുരുപദേശങ്ങളായിക്കോട്ടെ, കൊടുക്കൽ വാങ്ങലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പോ അന്യഭാഷയിൽ ജയമെടുത്ത്, അന്യഭാഷയിൽ ജയമെടുത്ത്, അന്യഭാഷയിൽ ജയമെടുത്ത്. ആ സമ്പത്തുണ്ടാകട്ടെ, സമ്പത്തുണ്ടാകട്ടെ, മിറക്കിൾ മണി ഉണ്ടാകട്ടെ, മിറക്കിൾ മണി ഉണ്ടാകട്ടെ, മിറക്കിൾ മണി ഉണ്ടാകട്ടെ. ഓ ആകാശത്തിന്റെ കിളി വാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ വാരി വീതറി കൊടുക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല. ഐശ്വര്യവും സമ്പത്തും നിന്റെ ഭവനം എന്റെ നഷ്ടപ്പെട്ട തുള്ളനും വെട്ടിക്കിളിയും കൊണ്ടുപോയ സംവത്സരങ്ങൾ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ഇന്ന് തന്നെ റിസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. ഒറ്റ പൈസ പോലും, ഒറ്റ പൈസ പോലും ദൈവം തരുന്ന ഒരു നന്മ പോലും, ഒരു നന്മ പോലും പാഴായി പോകത്തില്ല, പാഴായി പോകത്തില്ല, പാഴായി പോകത്തില്ല, പാഴായി പോകത്തില്ല, പാഴായി പോകത്തില്ല, പാഴായി പോകത്തില്ല. ശകല വനക ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പ, ഈ കമ്പനികളെ ബ്രേക്ക് ചെയ്യുന്നപ്പ, സാമ്പത്തിക കുരുക്കുകൾക്കകത്തിട്ട് വീണ് പോയവര്, കുടുംബത്തിന്റെ അകത്ത് കർത്ത ചിലത് വീട് വിറ്റുപോയവരുണ്ടപ്പ, സ്ഥലം വിറ്റുപോയവരുണ്ടപ്പ, ദൈവം കൊടുത്ത നന്മയെല്ലാം വിറ്റ് നശിച്ചു പോയവരുണ്ടപ്പ. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, അറക്കാനും മുടിക്കാനും വന്ന വിശ്വാസ ഇറങ്ങ് ഭവനത്തിൽ നിന്ന്, ഇറങ്ങ് 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 ഇറങ്ങ്. ചില ലോത്തുമാരെല്ലാം മാറിപ്പോകട്ടെ, ലോത്തുമാരെല്ലാം മാറിപ്പോകട്ടെ. ശബഹുട തെരിക മനഹുട തെരിക മനഹുട തെരിക മനഹുട റബന റിക ബന റിക ബന റിക ബന റിക ബന റിക ബ. ഓ സെറ്റലബരി ആന്തരി മന സൈറ്റലബരി ആന്തരി ഈശ്വറ്റകേരി അകലകുര കലകുര കലബ ശിബിരി ബിരി 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 ബാറു ശബഹുട മാരി ലി ബാറു സെറ്റെ ബഗറല. In the name of Jesus, I cast out the devil in the name of Jesus. ആ ജോലിയിൽ, ബിസിനസ്സിൽ വർധനം ഉണ്ടാകട്ടെ. ആ കർത്താവ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. തലമുറകൾക്ക് നന്മയുണ്ടാകട്ടെ, കുടുംബത്തിൽ നന്മയുണ്ടാകട്ടെ. അധ്വാനങ്ങൾ, ദൈവത്തിന്റെ സമ്പത്ത് വെളിപ്പെടട്ടെ. അപ്പൊ ജോലി ചെയ്യുന്ന നന്മകളൊക്കെ കർത്താവെ പാഴ് ചെലവായി പോകുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. പാഴ് ചെലവുകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, പാഴ് ചെലവുകളെ ഒരു നന്മയും പുറത്തു പോകത്തില്ല. ദൂതന്മാരോട് ഞങ്ങളുടെ നന്മകളെ കാവലാക്കുവാൻ കൽപ്പിക്കുന്നപ്പ, കർത്താവിന്റെ ഹിതമല്ലാത്ത എല്ലാ ഓപ്പർച്യൂണിറ്റികളെ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പ, ഒരു വേലി കെട്ടി പ്രാർത്ഥിക്കുന്നപ്പ, വേലി കെട്ടി പ്രാർത്ഥിക്കുന്നപ്പ. നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കോ. നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വന്നിരിക്കുന്നു. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഫോർ ദ മൈറ്റി പ്രസൻസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് വലിയൊരു വഴിത്തിരിവ് നിങ്ങളുടെ മേൽ ചെയ്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ട്. മറന്നു പോകരുത്. 2 കൊരിന്ത്യർ 8:9, ഫിലിപ്പിയർ 4 അധ്യായത്തിന്റെ 19 വാക്യം. ഇത് പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞു. അതുപോലെ പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവം പഠിപ്പിച്ചതുപോലെ പറയാൻ തയ്യാറാണെങ്കിൽ ആ ബ്രേക്ക് ത്രൂ സംഭവിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യവും പ്രതിസന്ധിക്കകത്തും. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ല, പല കാര്യങ്ങൾക്കകത്ത് നമ്മൾ ബ്ലോക്കായി കിടക്കുക. സഹോദരങ്ങളെ, ക്രിസ്തുവിലായതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമുക്ക് നിത്യത വേണം പ്രിയരെ. പക്ഷേ നിത്യജീവനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ 100 വയസ്സ് വരെ ജീവിക്കണ്ടേ? അതെങ്ങനെയാ ജീവിക്കേണ്ടത്? ക്രിസ്തു യേശുവിൽ അവകാശിയെ പോലെ ജീവിക്കണ്ടേ? അത് പഠിപ്പിക്കണ്ടേ? അത് അറിയണ്ടേ? അത് അറിയണം പ്രിയരെ. അതും വേണം നമുക്ക്, ഇതും വേണം. ആത്മീകവും വേണം, ഭൗതികവും വേണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നത്, ബേസിൽ എന്ന് പറയുന്ന ഒരു തലമുറയുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു പ്ലസ് എഴുതിയിട്ട് ജനുവരി എന്നുള്ളൊരു മാസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പ്ലസ് ജനുവരി ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആരാണോ ബേസിൽ എന്ന് പറയുന്ന തലമുറയുള്ള ഭവനം, അതുപോലെ തന്നെ ജനുവരിയുമായിട്ട് എന്താണോ കണക്ഷൻ, ഞാൻ ഈ പ്ലസ് എന്നൊരു സംഖ്യ എഴുതിയിട്ട് അവിടെ ജനുവരി എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത്? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥന വളരെ ആവശ്യമാണ്.
പ്രത്യേകിച്ച് ഈ തലമുറയുമായി ബന്ധപ്പെട്ട കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാ ബേസിലിന്റെ ഭവനത്തിൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. പറഞ്ഞു സിസ്റ്റർ. ബേസിൽ എന്ന് പറഞ്ഞ എന്റെ മോനാ ബേസില്. ബ്രദറെ, എന്റെ മോന്റെ പേര് ബേസിൽ എന്നാണ്. ആ, ജനുവരി ആയിട്ട് ജനുവരിയിലാണ് അവന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം. ഡേറ്റ് 3-ാം തീയതി ആയിരുന്നു. ജനുവരി 3-ാം തീയതി ആയിരുന്നു. ജനുവരി 3 അതെ. ആ, മറ്റു സഹോദരിക്കും എന്നാ ബന്ധം? ജനുവരി ബേസില് ജനുവരി ആയിട്ട് ബന്ധമില്ല, ബേസിൽ. ഓക്കെ, ജനുവരി ആയിട്ട് ഇപ്പൊ ബന്ധം പറഞ്ഞ സഹോദരി ഏതാ? ഞാനാണ് ബ്രദറെ. ജനുവരിയിലാണ് മോന്റെ വിവാഹം കഴിഞ്ഞെന്നാണ്, നടത്താൻ പോകുന്നതാണ്. അന്ന് വിവാഹത്തിന്റെ നിശ്ചയം അതായിരുന്നു. അവര് സ്നേഹത്തിലായിരുന്നു. അങ്ങനെ രജിസ്റ്റർ മാരേജ് നടന്നത് ജനുവരി 3-ാം തീയതി ആയിരുന്നു. ജനുവരി 3 വിവാഹം രജിസ്റ്റർ ചെയ്തല്ലേ? അതെ 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 അതെ. ഞാൻ ഈ ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്റെ മോനാണ്. എന്റെ മോൻ ജനുവരി 25-ാം തീയതി വിവാഹം നടന്നത്. രണ്ടുപേരുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ? അതെ. ആദ്യം പറഞ്ഞ സഹോദരിയും പറഞ്ഞത് ബേസില് വിവാഹം. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥിച്ചപ്പോ ഞാൻ കണ്ടത് ബേസിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു. എന്നാ പറഞ്ഞത്? പ്ലസ് എന്ന് എഴുതിയിട്ട് ജനുവരി കാണുവാന്നാ പറഞ്ഞത്. ഒരു പ്ലസ്, അതായത് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കും അല്ലെ? ഒരു കാര്യം നമ്മൾ കൂട്ടാൻ വേണ്ടിയാണ് പ്ലസ് ഉപയോഗിക്കുന്നത്. അപ്പൊ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ജനുവരി കാണിക്കുന്നത് അല്ലേ സിസ്റ്ററെ? സഹോദരങ്ങളെ രണ്ടുപേരും രണ്ടുപേർക്ക് വേണ്ടി ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയുന്ന അടഞ്ഞ ഭാവി തുറന്നു വരാൻ വേണ്ടി പോവാം. കർത്താവെ, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുമ്പോൾ കർത്താവെ, എല്ലാ പ്ലാനുകളെയും ഇന്ന് കർത്താവെ അടഞ്ഞു പോയതിനെ യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന അധികാരത്താൽ അതിനെ റിലീസ് ചെയ്യുന്നു. ദുഷ്ടന്റെ ആശയം നശിക്കത്തുള്ളൂ, ദൈവത്തിന്റെ പ്ലാൻ മാറത്തില്ല. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ സാക്ഷ്യമായി മാറട്ടെ. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ മെനീല സുഠേര ലെംഫ്രാസിയാറ്റോ ഷലാഫ റാബ റാസറ്റേര ലാബ. എന്റെ ഉള്ളത്തിൽ ഒരു ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുക സിസ്റ്റർ. ലിസിയുടെ ഭവനവുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. എന്റെ യേശു, എന്റെ അമ്മച്ചിയുടെ ആങ്ങളയുടെ മോളാണ് ലിസി. മരിച്ചുപോയി. ലിസിയുടെ ഭവനം മരിച്ചു പോയതാ. അവര് രണ്ടുപേരും മരിച്ചുപോയി. പക്ഷെ 2 ആൺകുട്ടികളുണ്ട് അവർക്ക്. ഈ ബേസിലുമായിട്ട് ബന്ധപ്പെട്ട ആലോചനയുടെ ബാക്കിയാണ്. അതെ 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 അതെ. മറ്റേ സഹോദരി എന്നാ പറഞ്ഞത്? ഓക്കെ, ലിസിയാണ് ഞാൻ. ബേസിൽ ആരാ? ബേസിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ബേസിലിന്റെ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പോകുന്നത്. സഹോദരി ലിസി എന്ന് പറയുന്ന ആള് മരിച്ചു പോയതാ അല്ലേ? അതെ. ഈ ഭവനം ആരാ? അത് നമ്മുടെ എന്റെ അമ്മച്ചിയുടെ ആങ്ങളയുടെ മോളായിരുന്നു. അമ്മച്ചിയുടെ എന്നാ പറ്റിയതായിരുന്നു? അവള് ക്യാൻസർ ആയിരുന്നു. പുള്ളിക്കാരി കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്യാൻസർ വന്ന് മരിച്ചു പോയതാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചു. 2 ആൺകുട്ടികളെ ഉള്ളൂ. അതായത് കല്യാണമാണ് ഈ മാസം അവസാനം. അപ്പൊ ഈ പുള്ളിക്കാരി മരിച്ചുപോയി, ഹസ്ബൻഡും മരിച്ചുപോയി അല്ലേ? അതെ 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 അതെ. ഇന്ന് പ്രാർത്ഥിച്ചോണേ. ബേസിലിന്റെ ഭവനത്തിൽ നിന്നൊരു പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്. ഇന്ന് 2 ഡെലിവറൻസ് ആണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഭവനത്തിന്റെ അകത്ത് കയറിക്കൂടിയ രോഗശക്തികളെ പിടിച്ചു കെട്ടുവാനും ഇന്ന് തലമുറയുടെ ഡെലിവറൻസും സംഭവിക്കുവാണ്. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, കൃപ പെരുകുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങ് എന്നോട് ഇടപെടണമേ. കർത്താവ്, എൻ്റെ ജീവിതത്തോട് പരിശുദ്ധാത്മ മല്ലടിക്കുന്ന സകലത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുവാൻ എൻ്റെ കർത്താവെ എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം. ഷലബാറീരിയ ബറൂഷല. ഞാൻ ഏപ്രിൽ മാസം 12-ാം തീയതി എന്നുള്ള ഒരു ഡേറ്റ്, ഒരു തീയതി ഒരു ബുക്കേൽ എഴുതിയിട്ട് ഞാനൊരു ദർശനമാണ് കാണുന്നത്. ഒരു വ്യക്തി, അതായത് ഒരു ഫീമെയിലാണ്, ആണല്ല, ഒരു പെണ്ണാണ്. ഒരു ബുക്കേൽ ഏപ്രിൽ മാസം 12 എന്ന് എഴുതിയിട്ട് അതെന്നെ ഇങ്ങനെ ഉയർത്തി കാണിക്കുക. ഏപ്രിൽ മാസം 12 എന്നുള്ള ഡേറ്റ് എന്നെ ഉയർത്തി കാണിക്കുക. അത് ആരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏപ്രിൽ മാസം 12 എന്നുള്ള ഡേറ്റ്. അത് എന്താണ് അതിൻ്റെ ബന്ധം? ആ തീയതിയുമായിട്ട് എന്താ ബന്ധം? ഏപ്രിൽ മാസം 12. ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് ഇന്ന് ഈ ബുക്കുമായിട്ട് നിൽക്കുന്നത് ഒരു ദർശനമാണ് കാണുന്നത്.
എൻ്റെ അർത്ഥം ബുക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആശയമല്ല. അതാരാണോ ഏപ്രിൽ മാസം 12 കണക്ഷൻ? യേശുവേ ബ്രദർ. പറഞ്ഞു മിസ്റ്റർ. ബ്രദർ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ആ ഏപ്രിൽ 12. ആ ബാക്കി പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? സുമാ സുരേഷ് സിസ്റ്ററെ. ആ എന്റെ കൊച്ചുമോൻ ഏപ്രിൽ 12. കൊച്ചുമോൻ ഏപ്രിൽ 12. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ സഹോദരന്റെ മോടെ ബർത്ത്ഡേ ഏപ്രിൽ 12. ഓക്കെ, കുഞ്ഞുമോൾ എന്നുള്ളൊരു പേര് എന്റെ മനസ്സിലേക്ക് വരിക. കുഞ്ഞുമോള് ഏപ്രിൽ 12 ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ എന്നൊരു പേര് എന്റെ മനസ്സിലേക്ക് വരിക. ഞാനല്ല ബ്രദറെ, ഞാനല്ല. ഞാനല്ല. അത് ആരായിട്ടാണ് ബന്ധപ്പെട്ടത്? കുഞ്ഞുമോള് എന്നൊരു പേരും കൂടെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഏപ്രിൽ 12 കുഞ്ഞുമോൾ എന്നൊരു പേരിലേക്കും കൂടെ പൊക്കോണ്ടിരിക്കുക. ആ ഒരു ഭവനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ്. എന്നാ അത് ആരുമായിട്ടോ? ആ ബ്രദറെ, കുഞ്ഞുമോള് ഞാനാണ്. ആ സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ 12 ബന്ധപ്പെട്ട ആലോചനയുടെ ബാക്കി ഭാഗത്തോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ എന്നൊരു വ്യക്തിയിലേക്ക് ഇത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് കണക്ഷനുള്ള വ്യക്തികൾ ആരാണോ അവര് സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാം. പകരം യൂട്യൂബിലോ മറ്റേത്. ഹലോ, എന്റെ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ 12. പുള്ളിയുടെ അമ്മയുടെ അനിയത്തിയുടെ പേര് കുഞ്ഞുമോളെന്നുണ്ട്. അമ്മയുടെ അനിയത്തിയാണ് കുഞ്ഞുമോള്. ഹസ്ബൻഡിന്റെ പേരാണ്, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഏപ്രിൽ 12 അല്ലേ? അതെ, അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞുമോളുടെ, അതായത് ഹസ്ബൻഡിന്റെ അമ്മയുടെ അനിയത്തി അല്ലേ? അതെ അതെ. ജീവനോടെ ഉണ്ടോ അവര്? ഹസ്ബൻഡിന്റെ അമ്മയില്ല. കുഞ്ഞുമോളുണ്ടോന്ന് വെച്ചോ? കുഞ്ഞുമോളുണ്ട്. അമ്മയുടെ അനിയത്തി പിന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ട്. ഇന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവ് വെറുതെ 2 ഭവനങ്ങൾക്കകത്തും കർത്താവിന്റെ നാമത്തിൽ ഒരേ ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാ. ഇന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഈ 12 എന്നുള്ള ഡേറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. സിസ്റ്ററുടെ ഹസ്ബൻഡാ അല്ലേ? അതെ അതെ. പുള്ളിക്ക് ബ്ലോക്ക് ആണ്, പിന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന് സ്ട്രോക്ക് ഉണ്ട്, കുഞ്ഞുമോക്കും സ്ട്രോക്ക് ഉണ്ട് അല്ലേ? ഹസ്ബൻഡിന് 2 പ്രാവശ്യം സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ഹാർട്ടിന് ബ്ലോക്കാ. ഇത് കണക്ഷൻ പോകുന്നത് കൊണ്ടോ? അതായത് ഹസ്ബൻഡിന് സ്ട്രോക്ക് ഉണ്ട്, കുഞ്ഞുമോൾക്കും സ്ട്രോക്ക് ഉണ്ട്. ഏപ്രിൽ മാസം 12 ആ ചേട്ടത്തിക്കും അമ്മയുടെ ചേട്ടത്തിക്കും സ്ട്രോക്ക് വന്നതാണ് മരിച്ചത്. കണ്ടോ, നിങ്ങൾ കണക്ഷൻ വരുന്നതുകൊണ്ട് പ്രിയരെ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. ഏപ്രിൽ 12 ഞാൻ ഈ ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കുക. അതായത് ആ ഭവനത്തിന്റെ അകത്ത് അനേകരെ രോഗിയാക്കുന്ന ഒരു പിശാച് ഇന്ന് കർത്താവ് വിടുവിക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഏപ്രിൽ 12 ഡേറ്റ് കാണിച്ചു, തീയതി കാണിക്കുമെന്ന് പറഞ്ഞു. അത് സിസ്റ്റർ പറഞ്ഞു ഹസ്ബൻഡാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുമോളെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പ് ഇതേപോലെ സ്ട്രോക്ക് വന്നൊരു വ്യക്തി മരിച്ചു, കുഞ്ഞുമോള് സ്ട്രോക്ക് വന്നിരിക്കുന്നു. ഏപ്രിൽ 12 ജനിച്ച ഹസ്ബൻഡിന് 2 പ്രാവശ്യം സ്ട്രോക്ക് വന്നു. അപ്പൊ മനസ്സിലായോ ഇത് രോഗമല്ലെന്ന് മനസ്സിലായോ? ഇത് രോഗത്തിന്റെ ദുരാത്മാവാന്ന് മനസ്സിലായോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവ് ആ രോഗശക്തിയോട് കൽപ്പിക്കുന്നപ്പ, ആ രോഗത്തിന്റെ ദുരാത്മാവോട് കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാച് ഇറങ്ങാ ഭവനത്തിൽ നിന്ന്. ഇനി ഒരു രോഗമോ, ഇനി ഒരു രോഗബന്ധനമോ, ഇനി ഒരു രോഗശക്തിയോ ആ ഭവനത്തിൽ പ്രവേശിക്കാതെ വണ്ണം ഞങ്ങൾ അതിനെ വെട്ടിക്കീറി മാറ്റുന്നപ്പ. കർത്താവെ, അത്ഭുതത്തെ അങ്ങ് ചെയ്യുന്നല്ലപ്പ. പിതാവെ, ഞങ്ങളുടെ മഹത്വത്തെ അങ്ങ് അയക്കുന്നല്ലപ്പ. യേശുവിന്റെ നാട് ഏറ്റെടുത്ത് കേട്ടോ. ഡെലിവറൻസ് ആണ് ഹസ്ബൻഡിന്റെ മേല് കേട്ടോ. ആമേൻ പറഞ്ഞ് പിടിച്ചോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അടയാളങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായോ? എന്നെ കണക്ഷൻ വരുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അടയാളങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്, ഇതിന്റെ റൂട്ട് എവിടെയാന്നുള്ളതിലേക്ക് പോവുക അടയാളങ്ങളിലൂടെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ ഫലാറമൻ ബേരിയ ലക്സ്പെറ്റ് ഫ്രാക്കിൻ ലസ്ബെറ്റ് ബൊറോഹിയ ലാഫിയാസറ്റബോ സി ഹറൂസി ആന്റരി. ഞാൻ ഈ ലെക്സി എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. ലെക്സി എന്നുള്ളത് ഞാൻ പേനയ്ക്കാണ് കേട്ടിരിക്കുന്നത്, പക്ഷെ ഇതൊരു പേരാ, ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുക. ലെക്സി അതാരാണോ
അങ്ങനെ ഒരു പേര് മനുഷ്യർക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലെക്സി എന്നുള്ള ഈ പേര്, അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിന്റെ അകത്താണോ നിൽക്കുന്നതെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ലെക്സിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് ആ കുടുംബത്തിന്റെ അകത്തൊരു പ്രാർത്ഥന ആവശ്യമാണ് ലെക്സിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി അത് ഒഫീഷ്യൽ പേരാണോ, ഇനി അത് വിളിപ്പേരാണോ, ഞാൻ പറഞ്ഞതുപോലെ ആളുകൾക്ക് ആ പേരുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി മറ്റെന്തെങ്കിലും വിളിപ്പേരാണോ എനിക്കറിയത്തില്ല. ലെക്സി എന്ന് തന്നെ പറഞ്ഞു, ലെക്സി. ഇനി അതിന്റെ കൂട്ടത്തിൽ വല്ലതും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ലോർഡ് ജീസസ്. എന്റെ കൂടെ നാട്ടില് ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു ലെക്സി. പേരാ അത്? പേര് ലെക്സി എന്നാണ്. അവിടെ നാട് എറണാകുളത്താ ഉള്ള ആ സൗകര്യക്ക് ജോലി ചെയ്തോണ്ടിരുന്ന ലെക്സി അല്ലേ? അതെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഇങ്ങനെ മനുഷ്യർക്ക്, നമുക്ക് പണ്ട് ലെക്സി എന്ന് പറഞ്ഞൊരു പേന ഉണ്ടായി കേട്ടിട്ടുണ്ട് പണ്ട്, പക്ഷെ പേര് ആൾക്കാർക്ക് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അത് വ്യക്തിയുടെ പേരാന്നാണ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞത്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ചില കണക്ഷനുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മയാക്കി മാറ്റും. കർത്താവെ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹമാകട്ടെ. എല്ലാ ഈവിൾ കമ്പനികളെയും ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ നന്മയായി തീരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ, ദൈവം സാക്ഷിയാക്കുവേ. ഈ കാലിന്റെ പത്തിയുടെ അവിടെ, ആ പത്തിയുടെ കണ്ണയുടെ അവിടെയും കാൽപത്തികളുടെ അവിടെയും വേദനയുള്ള സഹോദരങ്ങൾ ഇപ്പൊ സൂമിലുണ്ടോ? അത് ലൈവിലാണ്? ഉണ്ട്. ഒരാളോ ഉള്ളോ? ഉണ്ട്. സഹോദരങ്ങളെ ഒന്ന് കൈവച്ച്, സഹോദരങ്ങളെ ആ തരിപ്പുള്ള ഭാഗത്ത് കൈവച്ച്. ഒന്ന് കൈവച്ച് സഹോദരങ്ങളെ, ഒന്ന് കൈവച്ച് പ്രിയരെ, ഒന്ന് കൈവച്ച്. എന്റെ യേശുവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ, ദുഷ്ടന്റെ ആശകൾ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ച് ഉരുകി പോകുന്ന വചനം പറയുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ആ കാൽപ്പത്തിലൂടെ കൈ എത്തുമെങ്കിൽ കൈവെക്കാൻ പറ്റുമെങ്കിൽ കൈവെക്കുക, ഇല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൈവച്ച് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവെ, ആ കാലുകളുടെ മേലേക്ക് ഒരു തീ കത്തട്ടെ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ അസ്ഥികളുടെ മേലേക്ക്, ആ ഞരമ്പുകളുടെ മേലേക്ക് ഒരു തീ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ രോഗസൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗം കൊണ്ടിരുന്ന ദുരാത്മശക്തിയെ, ആ രോഗത്തിന്റെ ദുരാത്മശക്തിയെ, ആ പൈശാചിക ബന്ധനമേ, രോഗശക്തിയെ കേട്ട് യേശു ജീവിക്കുന്നു. ഓ ബറാല സിയാന്തരി ശബഹടധരിക മനസ്സിലക്കനറിയാന്തരിക മസിയാന്തരി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്. ആ ശക്തി വ്യാപരിക്കുന്നല്ലപ്പാ, സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിക്കുന്നല്ലപ്പാ, ആ ഒഴുകുന്നല്ലോപ്പാ. എന്റെ യേശുവെ, അങ്ങയുടെ നാമമഹത്വം, പിതാവെ അങ്ങയുടെ നാമമഹത്വം ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നല്ലോ. പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കാലുകളുടെ മേലേക്ക് സൗഖ്യം വ്യാപരിക്കുന്നു. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദ പവർ ഓഫ് ദ ഹീലിംഗ്, ദ പവർ ഓഫ് ദ ഹീലിംഗ്, ദ പവർ ഓഫ് ദ ഹീലിംഗ്. ഞങ്ങൾ അതിനെ റൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നപ്പാ, ആ രോഗത്തിന്റെ റൂട്ട് കോസുകളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനെ വേര് പിടിതെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്തേ. എന്തോ ഞാൻ കേരളത്തിൽ നിന്നും കൊല്ലം ജില്ലയിലാണ്. എന്റെ കാലിന്റെ പത്തിയില് കുറെ മാംസം കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു പരു വന്നതാണ്. അതേ തുടർന്ന് കാലിന്റെ പത്തി മുഴുവനും പഴുത്തു. അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ രോഗിയായി കിടക്കുകയാണ്. തീർച്ചയായിട്ടും സഹോദര, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ കഴിവുള്ള ദൈവത്തിന് പുതിയ മാംസം തരാൻ പറ്റും കേട്ടോ.
കൈവച്ച് പറഞ്ഞോണം, ഈ വചനം പറഞ്ഞോണം. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന എന്റെ ദൈവത്തിന് പുതിയ മാംസം തരാൻ പറ്റും. ദൈവം എനിക്ക് തരും. ഇത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോണം. ആ നഷ്ടപ്പെട്ട മാംസം അവിടെ വരും കേട്ടോ. ഒരു പ്ലാസ്റ്റിക് സർജറി ഇല്ലാതെ വരും. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് എനിക്ക് ശരീരത്തിന്റെ അകത്തൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന സഹോദരങ്ങളെന്ന് മ്യൂട്ട് മടിക്ക് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അവിടെ ഒരു മാറ്റം വന്നെന്ന് പറയുന്ന സഹോദരങ്ങളൊന്ന് മ്യൂട്ട് മാറ്റാവോ? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. പറഞ്ഞു. ബ്രദറെ, എന്തോ? എന്റെ കാലിന്റെ കണ്ണയുടെ അവിടെ ഈ കസേരയിൽ ഒരു പഴയ ബ്രീഫ് കേസ് ഇങ്ങനെ എടുത്തു വെച്ചതായിരുന്നു. അത് പെട്ടെന്ന് വീണ് അവിടെ മുറിയുകയും ചെയ്തു. 1.5 മാസമായി. എനിക്ക് സോപ്പ് തേക്കാനും ഒന്നും വയ്യാത്തൊരു വേദനയായിരുന്നു. ഇപ്പോഴും മുറിവുണങ്ങിയെങ്കിലും വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ എനിക്ക് വേദനയില്ല. ഒട്ടും വേദനയില്ല. ഇല്ല ഇല്ല. ഓ കർത്താവേ, അങ്ങ് സൗഖ്യമാക്കൃപയ്ക്ക് നന്ദി പറയുന്നു. അവര് പറഞ്ഞതുപോലെ മുറിവ് ഉണങ്ങിയെങ്കിലും വേദന അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ വേദന അവിടെ നിന്ന് മാറി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അടുത്തയാൾ ഒന്ന് ചെക്ക് ചെയ്ത സഹോദരങ്ങൾ, എന്നാ വ്യത്യാസം? ഹലോ ബ്രദറെ. ആ ഹലോ ബ്രദറെ, എന്തോ? എനിക്ക് കാൽപാദം നല്ല വേദനയായിരുന്നു. തേയ്മാനമുള്ള കാലായിരുന്നു. ബ്രദർ പറഞ്ഞപ്പോ കൈവച്ച് പ്രാർത്ഥിച്ച് യേശു സുഖം തന്നു. സുഖമുണ്ട്. ഇപ്പൊ കാലില് അവിടെ വേദന ഇല്ല? വേദനയില്ല. എത്ര നാളായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു? അത് കൂടെ കൂടെ വരും ബ്രദറെ, കൂടെ വരും. എന്നാലും എത്ര വർഷം? ഒരു 10 വർഷത്തിൽ കൂടുതൽ. കേട്ടെ, 10 വർഷത്തിന് കൂടുതലായിട്ടുള്ള വേദനയായിരുന്നു. തേയ്മാന നിമിത്തം കാലിലെ കണ്ണയ്ക്കുണ്ടായ വേദനയായിരുന്നു. ഇവ പ്രാർത്ഥിച്ചപ്പോ ആ വേദന അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച ശേഷം ആ വേദന പോയി. നന്ദി കർത്താവ്. ഇനി മേലാൽ വരത്തില്ല. ആ രോഗം കടന്നു വന്ന ഡോറ് ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ, മറ്റാരെങ്കിലും? എന്തോ? ഇന്നലത്തെ ഒരു സാക്ഷ്യം പറയാനായിട്ടായിരുന്നു. ഇങ്ങനെ ലാസ്റ്റ് പ്രെയർ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് മോൻ ഇങ്ങനെ വെളിയില്ല. അവൻ എന്നെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കണ്ണിന്റെ പോളയ്ക്കും നെറ്റിൽ ഏതുകൊണ്ട് കടിച്ച് ഭയങ്കര കണ്ണെല്ലാം വീങ്ങി, നെറ്റിയെല്ലാം വീങ്ങി, ഒരു ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രാർത്ഥന ഞാൻ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഫോൺ കണ്ടോണ്ട് ഞാൻ എടുത്തപ്പോഴും ഇങ്ങനെ പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണേ. അപ്പം ബ്രദറിന്റെ പ്രാർത്ഥനയുടെ ഞാൻ അവർക്ക് എനിക്ക് ഒത്തിരി ഓരോ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കും അതറിയാം. അന്നേരം അവര് പെട്ടെന്ന് പറഞ്ഞു, മമ്മിയും ബ്രദറിന്റെ പ്രാർത്ഥനയുടെ സമയം. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥന. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് സൂം ഓണാക്കിയപ്പോഴത്തേക്ക് പ്രെയർ കഴിഞ്ഞു. അപ്പൊ എനിക്ക് ബ്രദറിനെ ഞാൻ ഒത്തിരി 2-3 പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ പ്രെയർ ലൈനിൽ വിളിച്ചായിരുന്ന ബ്രദർ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ബ്രദറിന്റെ നമ്പറിൽ മെസ്സേജ് അയച്ചു, കുറെ വിളിച്ചിട്ട് കിട്ടാഞ്ഞ. അപ്പൊ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ബ്രദർ ആ മെസ്സേജ് കാണണേന്ന്. ഒരു 5 മിനിറ്റിനകം അപ്പൊ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കി. അപ്പം ബ്രദർ ആ മെസ്സേജ് കണ്ടിട്ട് എനിക്ക് പ്രാർത്ഥിച്ച് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ എന്തോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇതൊക്കെ നോക്കിയപ്പോ അങ്ങനെ പോയിസൺ ആയിട്ടുള്ളതൊന്നും അല്ല. പെട്ടെന്ന് തന്നെ നീരെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുവരെ വീങ്ങിയിരുന്ന കണ്ണും നെറ്റിയല്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നീരെല്ലാം പെട്ടെന്ന് കുറഞ്ഞ പാട് മാത്രം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ നന്ദി കർത്താവേ. പറഞ്ഞോളൂ തന്നെ വീങ്ങിയിരിക്കുവായിരുന്നു. നെറ്റിയല്ല. അവര് പേടിച്ച് കരഞ്ഞ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. 1 വയസ്സുള്ള കുഞ്ഞ്, 6 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞാണ്. എന്റെ കർത്താവേ, അങ്ങ് വിടിവിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. പറഞ്ഞോളൂ തന്നെ സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. കർത്താവ് വിടിവിച്ചിട്ട് നന്ദി പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ്. എന്തോ പറഞ്ഞോ? കേട്ടില്ലേ സിസ്റ്ററെ? സംഗീത എന്ന് പറയുന്ന പേര് പറഞ്ഞല്ലോ. അത് എന്റെ അച്ഛന്റെ അനിയന്റെ മരുമോളാണ്. എന്റെ മോള് മാർച്ച് മാസത്തിലുള്ളതാണ്. അത് ഏറ്റെടുത്തത് സിസ്റ്റർ കേട്ടോ. കർത്താവ് അത് സാക്ഷ്യമാക്കുവേ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ പറഞ്ഞോ. ഇന്നലെ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ബാലൻ പറഞ്ഞ വ്യക്തി എന്ന് വെളിപ്പെടുത്തി 5-ആം തീയതിക്ക്. അപ്പൊ അവർക്ക് നെഞ്ഞുവേദനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-4 ദിവസമായി പറയണം നെഞ്ഞുവേദന സഹിക്കാൻ വയ്യ പറഞ്ഞിട്ട് വലതുവശം. പിന്നെ അതിനുശേഷം ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആക്കി നേരെ ICUലാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്താ നോക്കട്ടെ പറഞ്ഞു. ഡോക്ടർ വന്ന് നാളെ വന്ന് റിപ്ലൈ തരാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക്
പ്രാർത്ഥനയിൽ അറിഞ്ഞില്ല. അറിഞ്ഞാണെങ്കിൽ ഞാൻ ബ്രദറിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. പിന്നെയാണ് ഈ വിഷയം ഇതിൽ നോക്കിയത്, എന്താണ് വാട്സപ്പ് അയച്ചത്, ഞാൻ ഇത്ര മരുന്നുകൾ. പിന്നെ ഞാൻ അജീസെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവം ഇടപെടും പറഞ്ഞു. അതേപോലെ വലിയൊരു അനുഗ്രഹം നടന്നു. ഐസിന്ന് മാറ്റി റൂമിലേക്കായി. പിന്നെ അവർക്ക് ഈ ഹാർട്ടിന്റെ വേദനയുള്ളത് അതൊന്നും കുഴപ്പമില്ല, അറ്റാക്കിന്റെ അല്ല പറഞ്ഞു. ഇതും വലിയൊരു തീർച്ചയായിട്ടും കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സൗകര്യങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇപ്പൊ നമ്മള് ഈ വേദന കാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിപ്പോ പ്രാർത്ഥിച്ചത്. ഇപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡെലിവറൻസ് സൗഖ്യം നടന്ന സഹോദരങ്ങൾ മറ്റാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ വെളിപ്പെടുത്തിയ ആ ഡെലിവറൻസ് നടന്നത് ബാക്കി സാക്ഷി നമുക്ക് കേൾക്കാം. ഒരു നിമിഷം അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് അടുത്തിലോട്ടൊന്ന് പോകാൻ വേണ്ടിയാണ്. മറ്റാരെങ്കിലും ഉണ്ടോ കാലിന്റെ കാലുമായിട്ട്? ബ്രദറെ, എന്റെ കാലിന് വേദന ഉണ്ടായിരുന്നു. പ്രയർ ചെയ്തപ്പോ മാറിയത്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. ആമേൻ. എത്ര നാള് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര നാളാ? ഒരു ദിവസത്തെ വേദനയായിരുന്നു. കർത്താവേ അങ്ങ് സൗഖ്യമാക്കി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ കാലുമായി ബന്ധപ്പെട്ട സൗഖ്യം നടന്നവര്? ഞാനിപ്പോ എന്റെ കാല് 4:30 ആയപ്പം കാലൊന്ന് മടങ്ങി നീര് വേദന, ഭയങ്കര വേദനയായിട്ട് ഞാനിവിടെ ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് ബ്രദർ പറയുന്നത് ആർക്കെങ്കിലും കാലിന്റെ കണ്ണയ്ക്ക് താഴെയിട്ടോ അവിടെ എന്തെങ്കിലും വേദന ഉണ്ടോ എന്ന്. ഞാനതും കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ആ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടി. അതുവരെ എനിക്ക് കാലില് കണ്ണയുടെ ഇങ്ങനെ സൈഡിൽ കുത്തി വെക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് വെടിവെച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു, അത്ഭുതത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഞാനുണ്ട്. എനിക്ക് 1.5 വർഷമായി കാലിന് വേദന. ഞാൻ കാലിന് മരവിപ്പായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും. നല്ല പെയിൻ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ ഇന്ന് ഇപ്പൊ ബ്രദറിന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഒരു ആശ്വാസമുണ്ട്. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമായ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കാം. ഞാനത് ഈ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നത് നാളെ വെള്ളിയാഴ്ച അല്ലേ, ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കാം, ശനിയാഴ്ച ആയിരിക്കാം, ചിലപ്പോൾ നാളെ ആയിരിക്കാം. ഞാനിതിപ്പോ ഇനി മുതൽ ഞാൻ മുൻകൂർ പറയാം എന്നാന്നുള്ളത്. അപ്പൊ നിങ്ങൾ രോഗികളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കഴിവെങ്കിൽ അവിടെ പറയണം. ആ സമയത്ത് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഹോസ്പിറ്റലിൽ കിടക്കുന്നവരായിക്കോട്ടെ, ഭവനത്തിന്റെ അകത്ത് കിടക്കയിൽ കിടക്കുന്നവരായിക്കോട്ടെ, ഭവനത്തിൽ പറയണം. അത് ഓണാക്കി വെച്ച് അടുത്ത് വെക്കാൻ പറയണം, കേൾക്കാൻ പറയണം. കാര്യം അവർക്ക് ഒത്തിരി ആളുകൾ ദൈവകൃപയാൽ ദൈവ സൗഖ്യമാക്കുന്നത് കൊണ്ട് ആ രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ സുവിശേഷത്തിന്റെ വാതിലാണ്. ക്രിസ്തുവിന്റെ നാമമഹത്വവും ദൈവനാമ മഹത്വത്തിനുള്ളൊരു വാതിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു മുഖാന്തിരമായി തീരട്ടെ. അനേകരെ സഹായിക്കുക, അനേകരെ ഹെൽപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഡെലിവറൻസ് മീറ്റിങ്ങുകളിലും അല്ലാതുള്ള പ്രാർത്ഥനകളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യുക. അവർക്കത് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ലിങ്കുകൾ എനിക്കറിയാം. നിങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ വീണ്ടും എൻകറേജ് ചെയ്യുകയാണ്. കാര്യം ഒരു വ്യക്തി ഇപ്പൊ കടൽ ഒരു വ്യക്തി സൗഖ്യമാകുമ്പോൾ അയാൾക്ക് ഡെലിവറൻസ് ഉണ്ടാകുമ്പോൾ ഭവനത്തിന്റെ അകത്തുനിന്ന് പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിന് നിങ്ങളൊരു മുഖാന്തരമാണ്, നിങ്ങൾ അവരെ സഹായിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളത്? പറഞ്ഞു. എനിക്ക് ഒരു ബ്രദർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. എനിക്ക് 1 വർഷമായി കാലിന്റെ അടി പുകച്ചല്, തരിപ്പെല്ലാം. ഞാൻ ഈ പ്രാർത്ഥനയില് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. നന്ദി കർത്താവേ. അങ്ങ് വെടിവെച്ച കൃപയ്ക്ക് അവർ പറഞ്ഞ പോലെ തന്നെ 1 വർഷമായിട്ട് കാലിന് വേദനയും പുകച്ചിലുമായിരുന്നു. രോഗമുള്ളവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ, അല്ല അവരുടെ വിഷമങ്ങൾ. പക്ഷെ യേശുവിന് അറിയാം കേട്ടോ. കർത്താവ് അവർക്ക് വില കൊടുത്തു സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് ചെക്ക് ചെയ്ത സഹോദരങ്ങളെ. എന്തോ പറഞ്ഞു? കാലിന് 22 പനി വന്നതായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു മാക്സിമം പനി ആയതുകൊണ്ട് കാലിന് ഇങ്ങനെ പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിപ്പോ ഇത്ര കാലം ഇങ്ങനെ ഇടക്കിടക്കേ വരുമായിരുന്നു. ഈ അടുത്ത ഭാഗത്തെ കാലിന്റെ കൊട്ടിന്റെ അടുക്കുള്ള ഒരു സ്ഥലം അങ്ങ് കുഴിയുമായിരുന്നു. എന്നിട്ട് കോടുകയും ചെയ്യും കാല്. നല്ല വേദനയും ഉണ്ടാവും, നടക്കാൻ കഴിയാണ്ടൊക്കെ ആവും ഇടക്കൊക്കെ. അത് അത്രയും വർഷമായി. അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴും. പിന്നെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് ബ്രദറെ. മാറ്റമുണ്ട് ഇപ്പൊ? മാറ്റമുണ്ട്. നന്ദി കർത്താവ്. അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശു 2022 തുടങ്ങിയ വേദനയാണ്. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? എനിക്ക് പറഞ്ഞു. പറയാനുണ്ട്. ആ കാലിന് നല്ല പുകച്ചിലുണ്ടായിരുന്നു. അതുപോലെ വിരല് രണ്ട് കാലിലുള്ള വിരൽ മടക്കുമ്പോൾ വിരലിന് നല്ല വേദനയാണ്. ഇന്ന് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് വിരലിനിപ്പം വിരൽ നല്ലപോലെ മടക്കാൻ സാധിക്കുന്നുണ്ട് ബ്രദറെ. ഓ എന്റെ യേശു, വലിയൊരു സാക്ഷ്യമാണ്. വിരല് മടക്കാൻ കഴിയത്തില്ലായിരുന്നു. എത്ര നാള് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇപ്പൊ 1-2 വർഷത്തിന്റെ മേളിലായി മടക്കാൻ നല്ല വേദനയാ. ഓ, നിങ്ങൾ കേട്ടെ, 1-2 വർഷമായിട്ട് കാലിങ്ങനെ മടക്കുമ്പോ വേദനയായിരുന്നു. വിരലല്ലേ? നമ്മൾ ജോലി വിരല് രണ്ട് കാലിലുള്ള വിരല് ഓ എന്റെ ചലിക്കുന്നുണ്ട്, വേദനയുണ്ട്. പക്ഷെ ഇപ്പൊ വേദന ഒട്ടുമില്ല. ഇപ്പം വേദനയില്ല. ഞാൻ ഓ മടക്കി എന്റെ നോക്കിയപ്പോൾ യേശുവേ, വേദന അങ്ങ് കുറവുണ്ട്. സൗഖ്യമാക്കി ഉറപ്പിക്കുന്നു. കേട്ടെ, നിങ്ങൾ കേട്ടെ, 3-4 വർഷമായിട്ട് കാലിന് വേദനയായിരുന്നു. വിരലിന് മടക്കാൻ പറ്റുമ്പോ വേദനയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തൊട്ടു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, പറഞ്ഞോ. ഇപ്പോൾ ദൂത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, 12:4 ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നെന്ന് പറഞ്ഞില്ലേ. ഞാനത് കേട്ടപ്പോൾ എന്റെ ജീവിതത്തില് ഉണ്ടായി, അത് ഏത് ഡേറ്റ് എന്ന് പെട്ടെന്ന് ഞാൻ മറന്നുപോയായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് ഡയറി എടുത്തിരുന്നു. ആ 12/4/2026 എന്റെ ജീവിതത്തിൽ വളരെ എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടായി എന്റെ കുടുംബത്ത്. അത് ഞാനിങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇപ്പം ദേവദാസൻ പറഞ്ഞ പോലെ അതേ ഡേറ്റ് 12/4/26 ഞായറാഴ്ച രാവിലെ ഉണ്ടായ ഒരു വിഷയമായിരുന്നു എന്റെ ജീവിതത്തിൽ. ഞാനത് എന്റെ കുടുംബത്തിലെ വിഷയമായിട്ട് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല. അതെന്റെ ജീവിതത്തിൽ വളരെ എന്നെ വേദനിപ്പിച്ചൊരു വിഷയമായിരുന്നു. എന്നാൽ അത് ഞാൻ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എന്റെ ഹൃദയം ഭയങ്കര വേദനിച്ചൊരു ദിവസമായിരുന്നു അത്. അത് കറക്റ്റായിട്ട് ദേവദാസൻ ഇങ്ങനെ പറഞ്ഞ ബുക്കേൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നു 12/4. അത് ഏറ്റെടുത്തോ സിസ്റ്ററെ? കൈ വെച്ച് പറഞ്ഞോണം, കർത്താവ് എനിക്ക് അതിന്റെ അകത്തൊരു സമാധാനം ഉണ്ടാവുമെന്ന് പറഞ്ഞോണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളത്? ബ്രദറെ, ഇന്ന് ഞാൻ മഴയത്ത് സ്റ്റെപ്പിൽ ഞാൻ തെന്നി നല്ലപോലെ വീഴാൻ പോയി. തലയിടിച്ച് വീഴണ്ടായിരുന്നു. ആരോ പിടിച്ചു നിർത്തുന്ന കണക്ക് 2 കൈയും ബലത്തിൽ ഞാനങ്ങ് നിന്നു. തിരിഞ്ഞു നോക്കിയപ്പം മൊത്തം സിമെന്റ് കട്ടയുടെ സ്റ്റെപ്പാണ്. തലയിടിച്ച് വീണിരുന്നെങ്കിൽ ആരും കാണത്തുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി പോയെന്നെ. കർത്താവ് എന്നെ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വീഴാതെ എന്നെ താങ്ങുന്നത്. ബ്രദർ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് ഒരു പ്രവചനത്തിൽ പറഞ്ഞിരുന്നു, അതുപോലെ പണ്ട് വീണതായിരുന്നു. അന്ന് പറഞ്ഞ് ഇനി വീഴത്തില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. ഞാനത് എപ്പോൾ ഇങ്ങനെ വീഴുന്ന സമയത്ത് വീഴാതെ ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന സമയത്ത് അതാണ് ഞാൻ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുവിനെ ഒത്തിരി മഹത്വം. നന്ദി പിതാവേ, അങ്ങ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ വലിയ പ്രവർത്തിക്ക് നന്ദി പറയുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു സാക്ഷ്യം പറഞ്ഞോ. പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ട് ബ്രദർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇങ്ങനെ പോയി എന്ന് പറയുന്നുണ്ട്, പോവില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ മോളെ ഒരു വിഷയമായിരുന്നു. അപ്പൊ അതിന്റെ കല്യാണം 30-നാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അവരുടെ വിഷയമായിരുന്നു അല്ലേ? അതെ, അവരുടെ വിഷയം. എന്റെ സഹോദരന്റെ മകനാണ് പുരുഷോത്തമൻ. അവന്റെ മകളാണ് ഈ പറഞ്ഞ കുട്ടിയായിരുന്നു. അവരെപ്പോഴും അവള് പോയി ഏറ്റെടുത്തോ കേട്ടോ. നന്ദി പിതാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പറഞ്ഞോ. ബ്രദറെ, എന്റെ ചെവിക്കകത്ത് പഴുപ്പായിരുന്നു. 2 മാസമായി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നേ. പിന്നെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ മെഡിസിൻ ഒക്കെ തന്ന് കഴിച്ചിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നും കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് പൂർണ്ണ വിടുതലായി ബ്രദർ. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവിന്റെ വിടുതലിന് നന്ദി. കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള സഹോദരങ്ങളെ? എന്തോ പറഞ്ഞു. അവിടെ പാല് കൊണ്ടുവരുന്ന സൊസൈറ്റി പാല് കൊണ്ടുവരുന്ന ഒരു വ്യക്തി, പ്രകാശ് എന്നാണ് പേര്. അപ്പൊ അവർക്ക് പെട്ടെന്ന് തല കറങ്ങി വീഴാൻ പോയി പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ പറഞ്ഞു. എന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചത്. സംഭവം നടന്നിട്ട് ഒരു 1.5 മാസമായി. അപ്പൊ ഇത് പറയാൻ പറ്റില്ല. അപ്പൊ അന്യമാര് എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ടെൻഷൻ ആവണ്ട, എല്ലാ ടെസ്റ്റും നോർമലായിരിക്കും പറഞ്ഞു. പോയ ഉടനെ എല്ലാ ടെസ്റ്റും എഴുതി കൊടുത്തു. അതുപോലെ MRI സ്കാനിങ് എടുക്കണം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, സമാധാനത്തിലിരിക്കും, എല്ലാം നോർമലാക്കി തരും ദൈവം പറഞ്ഞു. വചനങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷം ആ ടെസ്റ്റൊക്കെ നടത്തി ബ്രദർ. ഒരു കുഴപ്പമില്ല, എല്ലാ ടെസ്റ്റും നോർമല്. അതേപോലെ തന്നെയാണ്
അവർക്ക് ഫ്ലാറ്റി ലിവറും ഉണ്ട്, ഇയർ ബാലൻസ് ആണ് പറഞ്ഞു. അതിന് 1 മാസം മരുന്ന് കഴിക്കണം പറഞ്ഞു. വലിയൊരു അനുഗ്രഹം. ഇപ്പോഴും ഞാൻ ആ പ്രാർത്ഥന അയച്ചു കൊടുക്കണ്ടേ, എന്നത് കേൾക്കണം പറഞ്ഞു. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞു. വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. അല്ലെങ്കിൽ രോഗിയായിട്ട് അവിടെ കിടന്നിട്ടുണ്ടാവും. എല്ലാ തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ ഒരു സുവിശേഷം കൊടുക്കുമ്പോൾ ആ ഭവനത്തെ നമ്മൾ രക്ഷിക്കുകയാണ്. കർത്താവിന്റെ സൗഖ്യത്തിലേക്ക് നിങ്ങൾ അവരെ രക്ഷിച്ചു കൊണ്ടുവരികയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ രോഗിയായി കിടക്കേണ്ട ആളായിരുന്നു, പക്ഷെ കർത്താവിന്റെ സൗഖ്യമാക്കി ദൈവം മാറ്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകരെ സൗഖ്യമാക്കുക, അനേകർക്ക് സുവിശേഷം കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. സിസ്റ്റർ, എനിക്ക് അറിയത്തില്ല, ഞാനിവിടെ അൺമ്യൂട്ട് ഓൾ കൊടുത്തിട്ടുണ്ട്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ചിലർ പറയുന്നുണ്ട്. ഞാനിവിടെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തേക്കുവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്താട്ടെ. ഇനി കിട്ടാത്തവരെ എനിക്ക് അറിയത്തില്ല എന്താന്ന്. പറഞ്ഞു. മോളുടെ ഒരു ഫ്ലാറ്റ് വിറ്റ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു, കടം വീട്ടാന്. അത് ഒത്തിരി നാളായിട്ട് ശ്രമിച്ചിട്ട് പറ്റാത്ത ഒരുപാട് തടസ്സമായിരുന്നു. പറഞ്ഞതിന് ബ്രദർ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക, ശരിയാവുന്നു. അപ്പൊ അത് വിറ്റ് കിട്ടി. 2 ദിവസം മുമ്പ് ശരിയായി, രജിസ്ട്രേഷനൊക്കെ ശരിയായി. നന്ദി കർത്താവേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഡെലിവറൻസിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവിടെ തന്നെ കർത്താവിനെ സ്തുതി. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. കാര്യം പറയട്ടെ. പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ബ്രദറെ, ഒരു തമിഴ്നാട്ടില്. പക്ഷെ ഒരു 22 കൊല്ലം കൊണ്ട് ഞങ്ങളത് വിൽക്കാനോ കയറാനോ ആദായം എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അത് സ്ഥലത്തിന്റെ പേരിൽ ഞങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റും. തമിഴ്നാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. ഹസ്ബൻഡ് ആണെങ്കിൽ സുഖമില്ല, പേഷ്യന്റ് ആണ്. അപ്പൊ ഞാനാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ സഹായത്തിന് ആരെങ്കിലും ഹെൽപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്ന് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാവും. 3 പേരെ ഇങ്ങനെ കൊണ്ടുപോയപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു. എന്താണെന്ന് അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല. സ്ഥലത്തോട്ട് കയറാനോ ഒന്നും പറ്റുന്നുമില്ല, ആദായം എടുക്കാൻ കഴിയുന്നില്ല. ഒത്തിരി സ്ഥലമുണ്ട്, 16 ഏക്കർ സ്ഥലം. ബ്രദറെ, പ്രയർ റിക്വസ്റ്റ് ആണ് സിസ്റ്റർ. പ്രയർ റിക്വസ്റ്റ് ഞാൻ ബ്രദറിനെ 2 പ്രാവശ്യം വിളിച്ച് കിട്ടിയിട്ടില്ല. അപ്പൊ പ്രാർത്ഥിക്കുകയും ചെയ്യണം ബ്രദറെ. വല്ലാത്തൊരു ഇതിൽ കൂടെ കടന്നു പോകുന്നത്. കർത്താവ് അത് അത്ഭുതമാക്കി തീരും കർത്താവ്. യേശുവിനത് കർത്താവ് ആ സ്ഥലത്ത് ഒരു അനുഗ്രഹമാട്ടെ, അന്നേരം ഒരു അനുഗ്രഹമാട്ടെ. അതിന്റെ ബന്ധനം അഴിയട്ടെ, അതിന്റെ കെട്ട് പൊട്ടിച്ചു പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യമായി തീരട്ടെ. പ്രിയപ്പെട്ട ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഡെലിവറൻസ് ആയിട്ട് മാറിയിരിക്കുന്നു കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഈ സമയത്ത് പെട്ടെന്ന് പറഞ്ഞാട്ടെ, സാക്ഷ്യമുള്ളവര്. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുസമ്മ സിസ്റ്റർ, എനിക്ക് അറിയത്തില്ല എന്നാണ് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തതെന്ന്. ഞാൻ ഇവിടെ അൺമ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ ട്രൈ ചെയ്യുക. ബ്രദറെ, എന്തോ ഞാൻ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ഇതൊരു അത്ഭുത സാക്ഷിയാണ് ബ്രദറെ. കാരണം അന്ന് ബ്രദർ കണ്ണൂര് വരുമ്പം ഞാൻ ആ ഒരു ഫാമിലിയോട് കണ്ണൂര് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കൊരു ചമ്മലായതുകൊണ്ട് വന്നില്ല. അവര് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2, 3, 4, 5 വർഷമായി. പക്ഷെ അവര് കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ കണ്ട് ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരു ബന്ധം, അവർക്ക് റിലേഷൻഷിപ്പ് ഇല്ല. അങ്ങനെയായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് അവന് എന്തോ ഒരു ഉൾഭയമായിരുന്നു. എന്താ അത് ബ്രദറോട് പറയാനും പറ്റാത്തത് കൊണ്ടാണ് വരാതിരുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ബ്രദറിന്റെ പ്രാർത്ഥന എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് കേൾക്ക്, എന്നിട്ട് നീ എന്താ വെച്ചാൽ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലിങ്ക് കൊടുത്തതിന് ശേഷം ബ്രദറിന്റെ പ്രാർത്ഥന അവൻ സൂമിൽ കയറാറില്ല, അയച്ചു കൊടുക്കുന്നത് പിന്നെ യൂട്യൂബ് കേട്ടുകൊണ്ട് ഇപ്പൊ അവര് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നത്. ഇത്രയും വർഷമായിട്ടില്ലാത്ത ഒരു ബന്ധം നടന്നു. ഭയങ്കര സന്തോഷം. അപ്പൊ ഇനി എപ്പോഴെങ്കിലും ബ്രദർ കണ്ണൂര് വരുവാണെങ്കിൽ ബ്രദർ വന്ന് കാണണമെന്ന് കക്ഷി എന്നെ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നെയും കാണാം. കർത്താവ് കൊടുത്ത ഡെലിവറൻസ്. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഒരാൾക്ക് സുവിശേഷം കൊടുക്കുമ്പോൾ ആ ഭവനത്തെ നിങ്ങൾ രക്ഷിക്കുകയാണ്, അവരെ നിങ്ങൾ സഹായിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകർക്കൊരു വിടുതലും സാക്ഷ്യമായിട്ട് മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എന്തോ കഴിഞ്ഞ ആഴ്ചയില് ഞാൻ ബ്രദറിന് ഒരു വീഡിയോ ഇട്ട് തന്നിരുന്നു. ഒരു കമ്പി കാലയിൽ കിടക്കുന്ന ബ്രദറിന് ചെയ്ത് പറ്റി. അപ്പം അതിന് അദ്ദേഹത്തിന് പ്രാർത്ഥനയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ക്യാൻസറിന്റെ 3rd സ്റ്റേജ് കഴിഞ്ഞിരുന്നു. സീരിയസ് ആണെന്ന് എല്ലാവരും വിധി എഴുതി, അവർക്ക് ഇനി രക്ഷയില്ല, ഇനിയും വരണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ട് പിന്നെ അവർക്ക് രോഗത്തിന് സൗഖ്യം കണ്ടപ്പോൾ ഡോക്ടർമാരെടുത്ത് ചികിത്സ തുടങ്ങിയായിരുന്നു. കഴിഞ്ഞ ദിവസം ചെക്കപ്പ് ചെയ്തപ്പം അവരെന്നോട് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു,
ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഡോക്ടർ അവിടെ ചെല്ലുമ്പം ഇങ്ങനെ ഒരു രോഗമേ ഇല്ല എന്ന് പോലും പറയത്തക്ക രീതിയിലേക്ക് ആയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അവര് പോയി ചെക്കപ്പ് ചെയ്ത് വന്നപ്പം പറഞ്ഞത് ഇങ്ങനാണ്, ഇനിയും ഡോക്ടർ ഒരു 4000 രൂപയുടെ ഒരു ഗുളിക മാത്രം മേടിച്ച് കഴിച്ചാൽ മതി, 3 മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന്. കീമോയും എല്ലാം എടുത്തോണ്ടിരുന്നതാ. അത്രമാത്രം ദൈവം അത്ഭുതം ചെയ്തു അവിടെ. 3 മാസത്തിനുള്ളിൽ വരണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ക്യാൻസറിന്റെ അത് ഗ്രോത്ത് ഉണ്ടാവില്ലല്ലോ. അത്രയ്ക്കും വലിയ അത്ഭുതമാണ് ദൈവം അവിടെ ചെയ്തത്. അപ്പൊ അതൊന്ന് അറിയിക്കാനായി ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലാണ് കാണാറ്, ഇടയ്ക്ക് ഈ സമയത്ത് കയറാൻ പറ്റാത്തപ്പം. അപ്പൊ അതുകൊണ്ടാണ് സാക്ഷ്യം പറയാഞ്ഞത്. തീർച്ചയായിട്ടും കർത്താവ് അവർക്ക് കൊടുത്ത വലിയ അതേപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയിലേക്കുള്ളതിന്റെ അത് അറിയിക്കാനുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് എവിടെ തുടങ്ങി? മറ്റേത് കോട്ടയത്തിന്റെ ഒക്കെ എവിടെ കിടക്കുന്നത്? ഞാൻ കോട്ടയം ജില്ലയിലാണ്. പത്തനംതിട്ടയുടെ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിലുണ്ട്. ഹെഡിങ് എഴുതുവാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഉണ്ട് സിസ്റ്റർ, എല്ലാ ഗ്രൂപ്പിലും പേരുണ്ട്, അതിനകത്തുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഞാൻ വേണമെന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കെ ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യും. പത്തനംതിട്ട പ്രാർത്ഥനയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്, ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അപ്പൊ പ്രാർത്ഥനയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസുകൾ, ലൊക്കേഷനുകൾ, വേറെ എന്തെങ്കിലുമൊക്കെ സമയത്തിന്റെ ഒക്കെ അപ്ഡേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നതാണ്. അപ്പൊ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ദിവസങ്ങളിൽ പത്തനംതിട്ടയ്ക്ക് വേണ്ടി ഇന്ന് മുതൽ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ 29-ാം തീയതിയിലെ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയും കൂടെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രയർ സ്റ്റേഷൻ 5-ാം തീയതി ലണ്ടനിൽ ഈസ്റ്റ് ഹാമിൽ നമുക്ക് പ്രാർത്ഥന നടക്കുന്നു. 5-ാം തീയതി സെപ്റ്റംബർ 5, ഓഗസ്റ്റ് 29 പത്തനംതിട്ട നടക്കുന്നു പ്രയർ സ്റ്റേഷൻ. രണ്ടും വഹിച്ചുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ എടുത്തു പറയണം. ആ ദേശത്തിന്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുക. അവിടെയുള്ള സകല അന്യാരാധനകളുടെ മേലും പിശാചിന്റെ നിങ്ങൾക്ക് അധികാരമുണ്ട്, ഭയപ്പെടേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു ശക്തിയും തിരിച്ചടിക്കത്തില്ല. നിങ്ങൾക്കാണ് അധികാരമുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് പ്രവർത്തിക്കും. കാര്യം നിങ്ങൾ മക്കളാണ്. മക്കളുടെ പ്രാർത്ഥന പിതാവിന് അത്ഭുതമാക്കി മാറ്റും. അതുകൊണ്ട് അത് വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവിടെ ഒത്തിരി ആത്മാക്കളുണ്ട്, അവരൊക്കെ വിടിവിക്കപ്പെടണം. തകർന്ന ഭവനങ്ങളുണ്ട്, വിടിവിക്കപ്പെടണം. ആത്മഹത്യയിൽ പോകുന്നവരുണ്ട്, ദുർമന്ത്രവാദ ശക്തിയിൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്കാണ് അധികാരമുള്ളത്, നിങ്ങൾക്കാണ് അഭിഷേകമുള്ളത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തിരിച്ചടിക്കത്തില്ല. പകരം നിങ്ങളുടെ പ്രാർത്ഥന സകല പിശാചിന്റെ പ്രവർത്തികളെയും തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് വഹിച്ചു പ്രാർത്ഥിക്കുക. എത്താൻ കഴിയുന്നവരൊക്കെ പത്തനംതിട്ടയുടെ ഭാഗത്ത് നിർബന്ധിക്കുന്നില്ല, സാഹചര്യമുള്ളവരെല്ലാം വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക. പരിശുദ്ധാത്മാവ് അവിടെ രോഗികളെ കൂട്ടിക്കൊണ്ട് വരിക. രോഗസൗഖ്യങ്ങൾ കർത്താവ് ചെയ്യും. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇപ്പം സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്ക് നാളെ ദൈവം അനുവദിച്ച ഡെലിവറൻസ് മീറ്റിംഗ് ആയിരിക്കും. നാളെ ഞാനത് അറിയിക്കുന്നതായിരിക്കും. ദൈവകൃപയാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. അപ്പോൾ ഡെലിവറൻസ് മീറ്റിംഗ് ശനിയാഴ്ച നമുക്ക് വുമൻസ് മീറ്റിംഗ് ഉണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. ദൈവത്തിന്റെ മഹത്വത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവ അത്ഭുതങ്ങളെ ചെയ്യും. ദൈവ അത്ഭുതകരമായ പ്രവൃത്തികളാൽ നിറയ്ക്കുക തന്നെ ചെയ്യും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, കൃപയുടെ നാഥനെ രാജാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ അനേകർക്കൊരു അനുഗ്രഹവും സാക്ഷ്യമാക്കി ഞങ്ങളെ അങ്ങ് മാറ്റുന്നല്ലോ. അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഓരോ മക്കളെയും ബ്ലെസ് ചെയ്യുന്നു. വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. വാരി വിതറി കൊയ്യുവാൻ ദൈവം സഹായിക്കും. നന്മ കൊണ്ട് ദൈവം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. അധികാരത്തോടെ കൽപ്പിക്കുന്നു. യേശു